ഏത് ജ്യോത്സ്യൻ്റെ അടുത്ത് പോയാലും അനുപമയുടെ കാര്യങ്ങൾ ഒരിക്കലും പറയാം. ഇപ്പം എന്നെ തേടി വരുന്ന ആൾക്കാർ, ഞാൻ ചില ആൾക്കാരെ എടുക്കാറ് പോലും ഇല്ല. കാരണം വരുമ്പോൾ തന്നെ പറയും, ചേട്ടാ ഞാൻ ഡിവോഴ്സായി. ഇത് ഞാൻ പറയേണ്ട കാര്യം, നിങ്ങൾ ഡിവോഴ്സ് ആയി. അപ്പോൾ ഒരു ജ്യോതിഷനെ കൺസൾട്ട് ചെയ്യുമ്പോൾ ആരും സ്വന്തം കാര്യങ്ങൾ ആദ്യം അങ്ങോട്ട് പറയരുത്. അനുപമയുടെ ടൈം, ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ അനുപമയുടെ ഇപ്പോഴത്തെ പ്രസന്റും പറയാൻ പറ്റും, കഴിഞ്ഞതും പറയാൻ പറ്റും. ഇത് രണ്ടും പറയുന്ന കറക്റ്റ് ആണെങ്കിൽ മാത്രം അനുപമ ഫ്യൂച്ചർ പറയുന്നത് വിശ്വസിച്ചാൽ മതി, അല്ലെങ്കിൽ വിശ്വസിക്കരുത്. അത് ഏത് ജ്യോത്സ്യൻ്റെ എൻ്റെ അടുത്ത് പോയാലും ഏത് ജ്യോത്സ്യൻ്റെ അടുത്ത് പോയാലും. മനുഷ്യൻ മാനം നോക്കാൻ തുടങ്ങിയ കാലം മുതലേ അവനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ അവൻ അറിയാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് എവിടെയോ കിടക്കുന്ന ഗ്രഹങ്ങൾ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നതെന്ന്. അതിനുശേഷം ഒരുപാട് ഇസങ്ങൾ ഉണ്ടായി, എത്തിസം വന്നു, ജ്യോതിഷം, ഇത് ഓരോ ട്രാവലിലും ഉണ്ട്. എന്നിരുന്നാൽ തന്നെയും മനുഷ്യർ പിന്നെ വിചാരിച്ചത് മാൻ മേക്സ് ഹിസ് ഓൺ ഡെസ്റ്റിനി, അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തിയാണ് എൻ്റെ ജീവിതം തീരുമാനിക്കുന്നതെന്നാണ്. അപ്പോൾ ഈ രണ്ട് കൺഫ്യൂഷൻ്റെ ഇടയിൽ നിൽക്കുന്ന മനുഷ്യനോട് ഒരു ജ്യോതിഷിക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം. ശ്യാം, എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? ജ്യോതിഷം മനുഷ്യൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ജ്യോതിഷം ശരിക്കും പറഞ്ഞാൽ സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തെ സ്വാധീനിക്കും. പക്ഷെ ഒരു കാരണവശാലും അത് ഒരു സന്യാസിയുടെ ജീവിതത്തെ സ്വാധീനിക്കില്ല. അതുപോലെ തന്നെ തന്ത്ര പ്രാക്ടീസ് ചെയ്യുന്നവരുടെ ജീവിതത്തെയും സ്വാധീനിക്കും, പക്ഷെ അത് അവരറിയില്ല. ഒരു സന്യാസിയെ സംബന്ധിച്ച് ശരീരമില്ല എന്നുള്ളൊരു ബോധത്ത്, ഇതൊന്നുമായിട്ടും ബന്ധമില്ലാത്ത ആൾക്കാരാണ് സന്യാസി. ഒരു താന്ത്രികൻ ഇത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇത് അനുഭവിക്കാതിരിക്കില്ല. ഇപ്പം മഹാനായ യേശുദേവൻ പോലും വേദന അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ കാണുന്ന നമ്മൾക്കാണ് വേദന, പുറമേ ഉള്ളവർക്ക് വേദന ഉണ്ടെങ്കിലും അത് അനുഭവിക്കുന്നവർക്ക് എക്സാക്ട് അത് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ കാലിൽ അമ്പ് കൊണ്ടിട്ടാണ് മരിക്കുന്നത്. അല്ല, എത്ര മഹാനായ കൃഷ്ണനാണെങ്കിലും ഒരു മുനിയുടെ ശാപമായിരുന്നു അല്ലെ. ആ പായസം ദേഹത്ത് ഒഴിച്ചപ്പോൾ എവിടെയാണോ ചൂട് പായസം കൊള്ളാത്ത ഭാഗം അവിടെ ഉപദ്രവിച്ചാലോ അല്ലെങ്കിൽ അമ്പ് ചെയ്ത് അങ്ങനെയാണ് കൃഷ്ണൻ മരിക്കുന്നത്. മുനിയുടെ ശാപമല്ല, കാലിൽ പായസം തേച്ചിട്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബാലിയെ കഴിഞ്ഞ ജന്മത്തിൽ ശ്രീരാമാവതാര കാലത്ത് ബാലിയെ ഒളിയമ്പ് ചെയ്ത് കൊന്നതുകൊണ്ട് ആ ബാലിയുടെ പുനർജന്മമായ വ്യക്തി ഇദ്ദേഹത്തെ അമ്പ ചെയ്ത് കൊന്നു എന്നാണ് കർമ്മ തിരിച്ചു വരും. അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രാമനും കൃഷ്ണനും ഒക്കെ ജനിച്ചത്. കാരണം കൃഷ്ണന് വേണമെങ്കിൽ മാറ്റി വെക്കായിരുന്നല്ലോ ഭഗവാനല്ലേ. എന്തുകൊണ്ട് വരുതല്ല, ഭഗവാൻ കൃഷ്ണന് എന്തൊക്കെ സഹിക്കേണ്ടി വന്നു. സെമന്തകമണി കട്ടുന്നുള്ള കള്ളൻ എന്നുള്ള ചീത്തപ്പേര് വരെ ഉണ്ട്. അതൊക്കെ വ്യാഴം എട്ടിൽ നിൽക്കുന്ന സമയത്തായിരിക്കോ ഭഗവാൻ അതൊക്കെ ചീത്തപ്പേര് കേൾക്കേണ്ടി വന്നത്? അദ്ദേഹത്തിന്റെ ഗ്രഹനില ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ കൃഷ്ണന്റെ ഗ്രഹനില കാണാത്തോണ്ട് പറയാൻ പറ്റില്ല. പിന്നെ കൃഷ്ണന്റെ ഗ്രഹനില ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പൊ കുറെ ആൾക്കാർ കൃഷ്ണന്റെ ഗ്രഹനില ഉണ്ടാക്കുന്നു, ചില ആൾക്കാർ ഇത് മുരുകയുഗാണെന്ന് പറയുന്നു. ഞാനൊക്കെ കേട്ടിട്ടുള്ളത് സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, 4ാമത്തെ യുഗമാണ് കലിയുഗം. ചില ആൾക്കാർ ഇപ്പൊ പറയുന്നു മുരുകയുഗാണ്. അത് മുരുകൻ ഈ ജാതകത്തിന്റെയും അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ ഒക്കെ ദേവനായതുകൊണ്ടായിരിക്കുമോ? ഇപ്പൊ മുരുകനെ വേണ്ടിയിട്ട് ഒരു ടീം തന്നെ ഇപ്പൊ ഉണ്ട് മുരുകയുഗം. ചില ആൾക്കാർ പറയുന്നു മുരുകന്റെ മുരുകന്റെ സൈന്യാധിപനാണ് അദ്ദേഹം എന്ന് പറയുന്നു. എന്താണ് ഇതിന്റെ? അല്ല, അങ്ങനെയാണെങ്കിൽ മുരുകന്റെ സൈന്യാധിപനാണെങ്കിൽ വീരബാഹു ആരാണെന്ന് ചോദിക്കേണ്ടി വരുന്നത്. കാരണം എന്റെ അറിവിൽ വീരബാഹുവാണ് മുരുകന്റെ സൈന്യാധിപൻ. ഇനി വീരബാഹുവിനെ കുറച്ചു കാലത്തേക്ക് ഒരാൾ സ്ഥിരം പണിയെടുക്കുമ്പോഴത്തേക്ക് കുറച്ചു കാലത്തേക്ക് സസ്പെൻഡ് ചെയ്ത് പുള്ളിക്കാരനെ കൂടെ നിർത്താന്ന് മുരുകൻ വിചാരിച്ചോന്ന് എനിക്കറിയില്ല. താങ്കൾ ഒരു ജ്യോതിഷന്റെ ഭാഷയിലല്ല സംസാരിക്കുന്നത്. അല്ല, ഞാൻ ഒരിക്കലും സംസ്കൃത ശ്ലോകങ്ങളോ ഒന്നും ചോദിക്കാറില്ല. ഇപ്പൊ എന്റെ ഒരു രീതി അനുസരിച്ച് നിങ്ങൾ എന്നെ കൺസൾട്ട് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളും കുറച്ചു കാലത്തെ പാസ്റ്റ് അതും പറയാൻ പറ്റുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നിങ്ങളുടെ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ നിങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ പറ്റുള്ളൂ, പരിഹാരം ചെയ്യാനും പറ്റുള്ളൂ. അതായത് ഞാനിപ്പോൾ കൺസൾട്ടേഷന് വരുമ്പോൾ ജ്യോതിഷൻ എന്ന നിലയിൽ ശ്യാം എന്നോട് എന്തൊക്കെയായിരിക്കും ചോദിക്കുക? ഞാൻ കുറെ സംഖ്യകൾ ചോദിക്കും. കുറെ സംഖ്യകൾ ചോദിക്കും. പിന്നെ ഇഷ്ടമുള്ള പുഷ്പത്തിന്റെ പേര് ചോദിക്കും. കാരണം ഞാൻ എല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ട് ആണ് ഞാൻ ഒരാളുടെ ഫലം പറയുന്നത്. മറ്റേ കബഡിയൊക്കെ നിർത്തി നോക്കില്ലേ? കബഡിയുടെ ആവശ്യമില്ല. എന്നാ ഇപ്പൊ ഒരു പ്രാക്ടിക്കൽ സെഷൻ പോയാൽ പറയാൻ പറ്റുമോ? പ്രാക്ടിക്കൽ സെഷൻ പോകാനും പറ്റില്ല. കാരണം അതിനകത്ത് കൃഷ്ണമൂർത്തി പദ്ധതി വരുന്നുണ്ട്, റമൽ ജ്യോതിഷം വരുന്നുണ്ട്. എന്താണ് അതൊക്കെ? റമൽ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ 16 കളങ്ങളെ യൂസ് ചെയ്ത് ഫലം പറയുന്ന രീതിയാണ്. സാധാരണ നമ്മള് രാശി എന്ന് പറയുന്നത് മറ്റേ 12 രാശിയാണ്. റമൽ ജ്യോതിഷം 16 രാശിയാണ്. അത് ഒരുപാട് കാൽക്കുലേഷൻ ചെയ്തിട്ട് വേണം നമ്മൾ പറയാൻ വേണ്ടി. അതുപോലെ പെൻഡുലം ഞാൻ എടുത്തിട്ടില്ല. പെൻഡുലം എന്ന് പറഞ്ഞാൽ ഡൗസ് ചെയ്ത് പറയുന്നതാണ്. ഇതൊക്കെ ഈ ജ്യോതിഷത്തിൽ ഇപ്പൊ കണ്ടുപിടിച്ചതാണോ അതോ പണ്ട് മുതലുള്ളതാണോ? ഉണ്ട്. അതുപോലെ ടാരോ ട്രേഡിംഗ് എല്ലാവരും 78 കാർഡാണ് യൂസ് ചെയ്യാറ്. ഞാൻ 78 കാർഡല്ല, അതിന്റെ ഡബിൾ ആണ് ഞാൻ എടുക്കാറ്. ഇതൊക്കെ ആൾക്കാർ കൺസൾട്ടേഷന് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. തീർച്ചയായും ഞാൻ അവരോട് പറയുന്നത്, നിങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞത് സത്യമാണെങ്കിൽ മാത്രം എന്നെ കൊണ്ട് സൊല്യൂഷൻ ചെയ്യിക്കുക, അല്ലെങ്കിൽ ചെയ്യിക്കണ്ട.
അതിൽ ന്യായമായിട്ട് എന്നെ തേടി വരുന്ന ആൾക്കാരുടെ കാര്യങ്ങൾക്കാണെങ്കിൽ അവരുടെ കാര്യം നടന്നില്ലെങ്കിൽ ക്യാഷ് റിട്ടേൺ കൊടുക്കാറുണ്ട്, ന്യായമുള്ള കാര്യമാണെങ്കിൽ. ചില ആൾക്കാർ വന്നിട്ട് പറയും, ചേട്ടാ ശ്യാംചേട്ടൻ ചെയ്ത കാര്യങ്ങളൊക്കെ ശരിയാവും, പക്ഷേ എനിക്ക് വേണ്ടത് വല്ലവൻ്റെയും ഭാര്യ തന്നെയാണ്, അല്ലെങ്കിൽ എനിക്ക് വേറൊരുത്തരുടെ ഭാര്യ ഗർഭിണിയാണ്, അവളുടെ കുഞ്ഞിനെ അബോർട്ട് ചെയ്തിട്ട് എനിക്ക് അവളെ തിരിച്ചു വേണം, വശ്യം ചെയ്തു തരുമോ, അങ്ങനെ ചോദിച്ചു വരുന്ന ആൾക്കാരുണ്ട്. വശ്യം ചെയ്യുന്നതിൽ തെറ്റില്ല, വേറൊരുത്തൻ്റെ ഭാര്യ പരസ്പരം ഇഷ്ടത്തോട് പ്രണയമാണെങ്കിലും തെറ്റില്ല. അവർക്ക് ആ പെണ്ണിന് ഈ പയ്യനോട് ഇഷ്ടമില്ലെങ്കിൽ പിടിച്ചു വാങ്ങിക്കുന്നതിൽ എന്തർത്ഥമുള്ളത്? അതായത് ജാതകം ഒരാളുടെ ജീവിതത്തെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിലാണ് എല്ലാവർക്കും സംശയമുള്ള കാര്യം. കാരണം ഒരു കുട്ടി ജനിച്ച സമയം കൃത്യമായിട്ട് ഡോക്ടർ പറയുന്ന സമയമേ നമുക്ക് ഇന്ന് അറിയുള്ളൂ. ഇപ്പോൾ അതേ സമയത്തിന് ഇരട്ട കുട്ടികളും ജനിക്കാം. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ ജാതകം ഒരുപോലെ ആവോ? ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സാണ് ഒരു ജാതകത്തിന്റെ മേലെ എല്ലാവരും വെച്ചിരിക്കുന്ന സംശയം. അങ്ങനെയാണെങ്കിൽ ഈ വ്യാഴം, ശനി, ബുധൻ, ശുക്രൻ, ഇങ്ങനെ ഒരുപാട് ഗ്രഹങ്ങളുണ്ട്. ഒരാൾ ജനിക്കുമ്പോൾ ഈ ഗ്രഹങ്ങൾ എങ്ങനെയാണ് ഒരാളെ സ്വാധീനിക്കുന്നത്? കാരണം ഓരോ ഗ്രഹവും ഒരാളുടെ മേൽ വെക്കുന്ന കോൺസിക്വൻസസ് പലതാണ്. കാരണം ഞാൻ ചോദിക്കാൻ കാരണം, ഇപ്പോൾ വ്യാഴം ജൂൺ 2-ാം തീയതി മാറിയിട്ടുണ്ട്. ഈ മാറിയ വ്യാഴത്തെ കൊണ്ട് എല്ലാ നാളുകാർക്കും ഓരോരുത്തർക്കും ഓരോ വിധത്തിലാണ് സംഭവിക്കുന്നത്. എന്തൊക്കെയായിരിക്കും? അങ്ങനെ ചോദിച്ചാൽ സ്പെസിഫൈ ചെയ്ത് പറയാനുള്ള ആദ്യത്തെ ഒരു നക്ഷത്രം മുതൽ, അല്ലെങ്കിൽ രാശി പറഞ്ഞാൽ മതി. രാശി വെച്ചിട്ടാണെങ്കിലും നക്ഷത്രം വെച്ച് ഈ 27 നക്ഷത്രവും 9 ഗ്രഹങ്ങളും നല്ലതേ ചെയ്യുള്ളൂ. അത് ദോഷമെന്ന് ഭയപ്പെടുന്നതാണ്. ഇപ്പം വ്യാഴം 12 വന്നു. 12 വന്ന എത്രയോ ആൾക്കാർക്ക് നല്ലതുണ്ട്. ഇപ്പോൾ ഇപ്പം നേരത്തെ ചോദിച്ച പോലെ ഇരട്ട കുട്ടികളുടെ കാര്യം, രണ്ടുപേരുടെ നക്ഷത്രം പൂരാണെന്നിരിക്കട്ടെ, രണ്ടുപേരുടെ നക്ഷത്രം പൂരാണെങ്കിൽ ചിലപ്പോൾ 5 മിനിറ്റിൻ്റെ വ്യത്യാസമായിരിക്കും. ഒരാൾ നല്ല ഹൈ ലെവലിൽ പോകും, ഒരാൾ ലോ ലെവലിലായിരിക്കും. ഈ കർമ്മയുടെ ആകത്തുകയാണ്, ഒരു മനുഷ്യൻ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തു വെച്ച കർമ്മയുടെ ആകത്തുകയാണ് ജാതകം. അത് മാറ്റണോ വേണ്ടയോ എന്ന് അവനവന് തീരുമാനിക്കണം. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ജന്മത്തിൽ കുറേ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പറയുന്നതും കുറേ ജപങ്ങളും പൂജകളും അർച്ചനകളും എന്ന് വെച്ചാൽ കൂടുതൽ വലിയ കായികാധ്വാനമുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ഇപ്പം ശനിദോഷം വന്നു ഒരാൾക്ക്, ശനി മോശമായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പം അഷ്ടമത്തിലാണ് ശനി. ഇപ്പം ചിങ്ങൻ രാശിക്കാർക്ക് അഷ്ടമത്തെ ശനിയാണ്. അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി മോശമാണെന്ന് പറയുന്നു. നമ്മൾ ഒന്നും ചെയ്യണ്ട. ഇപ്പം ക്ഷേത്രവിശ്വാസം ഇല്ലാത്ത ഒരാളാണ്, ദൈവവിശ്വാസമൊന്നുമില്ല, അംഗവൈകല്യമുള്ള ഒരാൾക്ക് എള്ളുണ്ടയില്ലേ, എള്ളുണ്ട കൊടുത്താൽ മതി, ശനിദോഷം മാറും. ഇനി അതല്ല, ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കുക, ശനിദോഷം മാറും. ഇനി അതും പറ്റൂലേ, നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ടിപ്പ് ആർക്കാ കൊടുക്കുക? വെയിറ്റേഴ്സിനാണ് ടിപ്പ് കൊടുക്കുക. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമ്മുടെ കാലിലെ ചെരുപ്പ് അഴിക്കുക, ചെരുപ്പ് അഴിച്ചിട്ട് കൈയെല്ലാം കഴുകിയിട്ട് വന്നിട്ട് അവിടെ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരില്ലേ, അവർക്ക് ടിപ്പായിട്ടല്ല, ഒരു ഈശ്വരന് നമ്മൾ കൊടുക്കുന്നതെന്തോ ആ ഒരു ഭക്തിയോടുകൂടി കൊടുത്തു കഴിഞ്ഞാൽ ആ ദോഷം മാറും. അതുപോലെ വ്യാഴം ദോഷസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ പഠിക്കാൻ നമ്മൾ ആരെങ്കിലും സഹായിക്കുക, പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടികളെ സഹായിക്കുക, മഞ്ഞ വസ്ത്രം വ്യാഴാഴ്ച ദിവസം ധരിക്കുക, ഒന്നും പറ്റില്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമെങ്കിലും ജപിക്കുക വ്യാഴാഴ്ച ദിവസം. അല്ല, ഇവിടെയാണ് എനിക്ക് സംശയം. പല ജ്യോതിഷന്മാരും പല രീതിയിലാണ് പറയുന്നത്. ഇപ്പൊ ശ്യാം തന്നെ പറഞ്ഞു ഗ്രഹങ്ങളൊന്നും മനുഷ്യനെ ദോഷമായിട്ട് ബാധിക്കുന്നില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ പ്രതിവിധിയൊക്കെ ചെയ്യുന്നത്? ദോഷം വരുന്നോണ്ടല്ലേ നമ്മൾ പ്രതിവിധി ചെയ്യുന്നത്? അതിൽ കർമ്മമില്ലല്ലോ. ദോഷമായിട്ട് ഇപ്പൊ ശനി എന്ന് പറയുന്നത്, ശനി കർമാധിപതിയാണ് ശനി. അതായത് ദ്രോഹിക്കാനാണ്, നമ്മളെ പഠിപ്പിക്കാനാണ് വരുന്നത്. അത് ഓരോ ആൾക്കാരും ചിന്തിക്കുന്ന രീതിക്കനുസരിച്ച്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു ജീവിതത്തിൽ ഒരാളെ പ്രണയിക്കുന്നു, പ്രണയം നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ടു പോയ പ്രണയത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് ലെസൺസ് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ശനി വന്ന പ്രണയം അങ്ങോട്ട് ഇല്ലാതാക്കി പോയി എന്നല്ല, നമ്മൾ ആ സമയത്ത് ഒരുപാട് ബോൾഡ് ആയിട്ടുണ്ടാവും. പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഒരുപാട് ബോൾഡാവും. ഇനി പ്രണയം എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനുണ്ടാകുന്ന പ്രണയവും ഒരു താന്ത്രികൻ ഉണ്ടാകുന്ന പ്രണയവും രണ്ടും രണ്ടാണ്. ഒരു താന്ത്രികൻ ഒരിക്കലും ഒരാളോടും പ്രണയം തോന്നില്ല, ഒരു പെണ്ണോടും. അവിടെ പ്രണയം എന്ന് പറയുന്ന ഒരു വികാരം അയാൾക്ക് ഉണ്ടാകണമെങ്കിൽ അയാൾ ചെയ്ത കർമ്മം റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടാവണം. മനസ്സിലായില്ല. ഇപ്പം അനുപമ എൻ്റെ അടുത്ത് വരികയാണ്, വന്നിട്ട് പറയുകയാണ്, അല്ലെങ്കിൽ XY വന്നിട്ട് എന്നോട് പറയും, എനിക്കൊരു പയ്യനെ ഇഷ്ടമാണ് ചേട്ടാ, എനിക്ക് ആ പയ്യനില്ലാതെ ജീവിക്കാൻ പറ്റില്ല, എന്നെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യണം, കാരണം ഞാനില്ലെങ്കിൽ ആ പയ്യന് പിന്നെ വേറൊരു പെണ്ണോടും ഒരു താല്പര്യം തോന്നാൻ പാടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ ഒരു സാധനം തരാം, ആ സാധനത്തിൻ്റെ കൂടെ നീ നിന്റെ ശരീരത്തിലെ പഞ്ചമലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, പല്ല്, ഇതിലെ അഴുക്ക്, അത് ഞാൻ തരുന്ന സാധനത്തോട് കൂട്ടി ചേർത്താൽ മാത്രമേ ഫലിക്കുള്ളൂ, ഇല്ലെങ്കിൽ ഫലിക്കത്തില്ല.
അല്ലാതെ ആരും എടുത്ത് കൊടുത്താലും അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതിനെ കൊണ്ട് പ്രയോജനമില്ലല്ലോ. അപ്പോൾ അതെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പയ്യൻ അടിമയാവും എന്ന് പറയും. അടിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെണ്ണ് വിട്ടുപോയി കഴിഞ്ഞാൽ എന്നേക്കും ഒരു പ്രാന്ത് പിടിച്ചു പോലത്തെ അവസ്ഥ, ആ അവസ്ഥ ഉണ്ടാവുമെന്ന് പറയും. അങ്ങനെ ആർക്കെങ്കിലും ചെയ്തു കൊടുത്തിട്ട് ആ പയ്യനെ ഉപേക്ഷിച്ച് പോയാൽ അതേ വേദന ഞാൻ അനുഭവിക്കും. ഇതൊക്കെ ഉള്ളതാണോ? കാരണം ഇപ്പം ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ വരാൻ പോണ കമൻസ് ഒക്കെ ഇങ്ങനെ ഇരിക്കും, നിങ്ങൾ 14-ാം നൂറ്റാണ്ടിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നു എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ വാട്സപ്പിൽ വരെ കൂടോത്രം ഉണ്ടെന്നും പറഞ്ഞ് ഓരോരുത്തർ പല കാര്യങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ട്, ഇൻസ്റ്റയിലൊക്കെ റീൽസ് ആയിട്ട് കാണാം. അപ്പോൾ ശ്യാം ഇത് പറയുമ്പോൾ അതിൻ്റെ ആധികാരികത എന്താണ്? ഉണ്ട്, ഇത് സത്യമാണ്. ഇത് അനുഭവിച്ച ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. 21-ാം നൂറ്റാണ്ടിലും ഇതൊക്കെ ഒക്കൾട്ട് സയൻസസ് എന്നൊക്കെ വായിച്ചിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ട്. അതിൽ പെടുന്നതാണോ ഇതെല്ലാം, കൂടോത്രം? ഞാൻ കൂടുതലും ഇപ്പം ചെയ്യുന്നത് ശാബരാണ് കൂടുതലും ചെയ്യുന്നത്. ശാബരം എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ കൾട്ടാണ്, കേരളമായിട്ട് ഒരു ബന്ധമില്ല. ഇപ്പൊ പല ആൾക്കാരും മലയാളീകരിച്ച കുറെ പദങ്ങൾ എടുത്തിട്ട്, അതായത് ഈ ഗോത്ര ഭാഷ, അത് മലബാരം ഇപ്പം പറയപ്പെടുന്നുണ്ടെങ്കിലും അതെന്ത് വേണമെങ്കിലും വിളിച്ചോട്ടെ. ഇപ്പൊ ഈശ്വരനെ നമ്മൾ വിളിക്കുന്നു, അള്ളാഹു എന്ന് വിളിച്ചാലും കൃഷ്ണ എന്ന് വിളിച്ചാലും ക്രിസ്തു എന്ന് വിളിച്ചാലും ഈശ്വരനൊന്നും തന്നെയാണ്, പല വകഭേദങ്ങളൊന്നുമില്ല. ഇപ്പം ഞാൻ ഹിന്ദു, മരിച്ചു കഴിയുമ്പോഴത്തേക്ക് നീ ഹിന്ദു അല്ലേ, നിന്നെ ഹിന്ദുക്കളുടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. വേറെ ഒരാൾ ജോർജ് എന്ന് പറഞ്ഞ ഒരാൾ മരിക്കുന്നു, അയാൾ മരിക്കുമ്പോൾ നീ ക്രിസ്ത്യാനിയാണ്, യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം കേട്ടോ, നിന്നെ ഇവിടെ ഇങ്ങോട്ട് ഹിന്ദുക്കളുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, നീ ക്രിസ്ത്യാനി, യേശു വരും കൂട്ടാൻ വേണ്ടി, നീ ഇവിടെ നിൽക്കേട്ടോ. ഇനി മുസ്ലിം ആണെങ്കിലോ, ഉബൈദോ അങ്ങനെ ആരെങ്കിലും ആണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അള്ളാഹു വരും, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ വരും നിന്നെ കൊണ്ടുപോകാൻ. ഇതൊക്കെ മനുഷ്യന്മാരുണ്ടാക്കുന്നതാണ് ജാതി മതം. ഈശ്വരന് ഒരു ജാതി ഒരു മതവും ഇല്ല. ഇപ്പം മെൻസസ് ആയിരിക്കുന്ന ഒരു സ്ത്രീ ഈശ്വരനെ വിളിച്ചാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ശുദ്ധി അശുദ്ധി, ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് പോലും ഞാൻ ജപിക്കുന്നത് ശുദ്ധിയിലും ജപിക്കും അശുദ്ധിയിലും ജപിക്കും, രണ്ട് രീതിയിലും എനിക്ക് ജപമുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ സ്ത്രീകളുടെ പീരീഡ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇതിന് തന്നെ സയൻസ് വശം കണ്ടെത്തണവരുമുണ്ട്. അതായത് സ്ത്രീ രജസ്വലി ആയിരിക്കുന്ന സമയത്ത് എന്തൊക്കെയോ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നും അത് ഈ വിഗ്രഹവുമായിട്ടുള്ള ഒരു എനർജി ലെവല് സെറ്റ് ആവൂല എന്നും അങ്ങനെ എന്തൊക്കെയോ ശാസ്ത്രവശം പറയുന്നുണ്ട്. മറ്റൊരു വശം ഇപ്പോൾ നിങ്ങളെപ്പോലുള്ള പുതിയ ജ്യോതിഷികളൊക്കെ പറയുന്നത്, ഇപ്പോൾ ശ്യാം പറഞ്ഞ പോലെ തന്നെ സ്ത്രീ ആ സമയത്ത് പ്രാർത്ഥിച്ചാൽ എന്താണ്, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ കയറിയാൽ എന്താണ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് ഒരു ചോയ്സായി മാറാൻ പോലും നമുക്കിപ്പോൾ പറ്റുന്നില്ല എന്നുള്ളതാണ്. പലരും പല അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് കയറണ്ടെന്നാണ് എൻ്റെ അഭിപ്രായമെങ്കിൽ ഞാൻ എൻ്റെ യുക്തിയാണ് സ്വീകരിക്കുന്നത്. ഇതിൽ ഏതാണ് ശരിക്കും? അങ്ങനെയാണെങ്കിൽ ശരീരം വേർത്തിട്ട് അമ്പലത്തിൽ കയറാൻ പാടില്ല, വേർപ്പ ശുദ്ധമല്ല. അതെ, നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ അത് മലമൂത്രമായിട്ട് മാറുന്നതാണ് വിശ്വാസം അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉള്ളിൽ കിടക്കുന്ന മലമൂത്രം വെച്ചിട്ട് നമുക്ക് ക്ഷേത്രത്തിൽ കയറാൻ പറ്റില്ല. നമ്മുടെ ശരീരത്തിൽ ഉള്ളിൽ പൊതിഞ്ഞിരിക്കുന്ന ഈ അസ്ഥി ശരീരത്തിൽ വെച്ച് ക്ഷേത്രത്തിൽ കയറാൻ പറ്റുമോ? ഇപ്പം മത്സ്യമാംസം കഴിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല, 3 മണിക്കൂർ കുളിച്ചിട്ട് വേണം ക്ഷേത്രത്തിൽ പോകാൻ. കുളിച്ചാൽ മത്സ്യമാംസം കഴിച്ചതിൻ്റെ ഇത് പോവും, 3 മണിക്കൂർ കഴിഞ്ഞിട്ട് പോകാൻ പാടുള്ളൂ. അതെന്താ? ഇതിപ്പോ ഒരു യുക്തിവാദികൾ ചോദിക്കുന്ന പോലെ ഉണ്ടല്ലോ. അല്ല, ഞാൻ യുക്തി അനുസരിച്ചാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതുപോലെ എന്താ പറയുക, ഹനുമാനെ ഉപാസിക്കുന്നവർ കല്യാണം കഴിക്കാൻ പാടില്ല, ബ്രഹ്മചര്യം. ഈ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞ വാക്ക് തന്നെ മനുഷ്യന്മാർ നശിപ്പിച്ച് കൊളാക്കിയ സാധനം. സത്യത്തിൽ ചരിക്കുക എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ബ്രഹ്മത്തിൽ ചരിക്കുക, ബ്രഹ്മം സത്യം, സത്യത്തിന്റെ പാതയിൽ കൂടെ മുമ്പോട്ട് പോവുക, പ്രകൃതിക്ക് വിരുദ്ധനാകാതിരിക്കുക. അല്ലാതെ ഒരു ബ്രഹ്മചാരി എന്ന് പറഞ്ഞ ഒരാൾ ഒരു സ്ത്രീയെ തൊടാൻ പാടില്ലെന്നോ അങ്ങനെ ഒരു നിബന്ധന എവിടെയില്ല. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഹനുമാന്റെ ഹൃദയത്തിലുള്ളത് സീതയും രാമനും അല്ലേ. ഹനുമാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തി സീതയും അഞ്ജനയുമാണ്. അമ്മയും സീതയും മാതാവിന്റെ സ്ഥാനത്താണ് കാണുന്നത്. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹനുമാന് ഭാര്യയായിട്ടും പറയുന്നുണ്ട് സുവർച്ചസാദേവി. മകരധ്വജൻ എന്ന് പറയുന്ന മകനുണ്ട്. 64 കലകൾക്ക് അധിപനാണ് ഹനുമാൻ. അങ്ങനെയാണെങ്കിൽ 64 കലകളിൽ ഒന്ന് കാമകലയാണ്. അപ്പൊ ഈ കാമകല അഭ്യസിക്കാണ്ട് എങ്ങനെ ആ കലയ്ക്ക് അധിപനാകുക? 9 നിധികൾക്ക് സ്വാമിയാണ്. അപ്പൊ ഈ തന്ത്രയും ജ്യോതിഷവും തമ്മിലുള്ള ബന്ധം എന്താണ്? തന്ത്രയും ജ്യോതിഷവും തമ്മിൽ ഒരു ബന്ധവുമില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ജ്യോതിഷിയെ ഒരു താന്ത്രികനെ ജ്യോതിഷം ബാധിക്കില്ല. അതാണ് എനിക്ക് സംശയം. അതെങ്ങനെയാണ് അയാൾ തന്ത്രം പഠിച്ചത് കൊണ്ടാണോ ഈ പ്ലാനറ്റ്സിനൊന്നും അയാളുടെ ഒരു ഇൻഫ്ലുവൻസ് ഇല്ലാത്തത്? ഇൻഫ്ലുവൻസ് ഇല്ലാത്തത് കൊണ്ടല്ല. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഒരുപാട് ഗുരുക്കന്മാർ എൻ്റെ അടുത്ത് വരാറുണ്ട്. ഈവൻ ഞാനൊരു പ്രാവശ്യം ഒരു ഹിപ്നോട്ടിക് ക്ലാസ്സുകളിൽ പോയി. ഹിപ്നോട്ടിസം, മെസ്മറിസം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, പല ആൾക്കാരും ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. അതിനകത്ത് ഒരാൾ എന്നെ ഇങ്ങനെ
ഹീൽ ചെയ്യുന്നു, അതായത് മെസ്മറൈസും ചെയ്യുന്നു. ഞാൻ മലന്നടിച്ച് നിലത്ത് വീഴുന്നു. കുറച്ച് സമയം ഞാൻ വീഴാതെ പിടിച്ചു നിന്നു. പിന്നെ അയാള്, കാരണം ഒരാൾ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വീണിട്ടില്ലെങ്കിൽ മോശമല്ലേ, പുള്ളി അതെടുത്തിട്ട് കൊണ്ട് ഫേസ്ബുക്കിനകത്തൊക്കെ കൊണ്ടിട്ട്, ആ ഇട്ട സമയത്ത് എൻ്റെ പെർമിഷൻ ചോദിച്ചിട്ടില്ല. ഇപ്പം അറിയപ്പെടുന്ന വ്യക്തിയാണ്, പേര് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുമില്ല. എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദത്താത്രേയ സ്വാമി ഉപാസിക്കുന്ന ഒരാൾ, നാദപരമ്പര, വാർത്താളി എന്ന് പറയുന്ന സ്തംഭനത്തിൻ്റെ അത്യുഗ്രമായിട്ടുള്ള മൂർത്തിഭാവം, ഇതൊക്കെ ഉപാസനയുള്ള ഒരാളെ ഞാൻ എൻ്റെ കൈകൊണ്ട് ഇങ്ങനെ തള്ളിയപ്പോൾ മലന്നടിച്ച് വീണു. ഈ മെസ്സേജാണോ പുള്ളി കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇത് പുള്ളി കാണുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലപ്പം എങ്ങനെയായിരിക്കും പ്രതികരിക്കാമെന്ന് എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനല്ല. ഈ മെസ്മറിസം, ഹിപ്നോട്ടിസം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വെസ്റ്റേൺ സയൻസസ് അല്ലേ? അല്ല 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 മനോവശ്യ കല, ഒരു മുഖപ്പെടുത്തൽ നില എന്നൊക്കെ പറയുന്ന നമ്മുടെ അഗസ്ത്യരുടെ സമ്പ്രദായത്തിൽ നിന്ന് തന്നെ വരുന്നതാണ്, ഇവിടെയുള്ളത്. ഈ വൈദേശിക വിദ്യ എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന എല്ലാ വിദ്യകളും ഭാരതത്തിലുള്ളത് തന്നെയാണ്. അതിൻ്റെ ആ പേര് മാറ്റും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മലബാരം എന്ന് പറയുന്നു, ഗോത്രാചാരമാണ്, അത് മലബാരാക്കി. ഇനി മലബാരം എന്ന് വിളിച്ചാലും ഗോത്രാചാരം എന്ന് വിളിച്ചാലും ആ സമ്പ്രദായത്തിന് വ്യത്യാസമൊന്നുമില്ല. ചില ആൾക്കാർ കുലാചാരം ചെയ്യുന്നു. ഇപ്പോൾ കുലാചാരികളുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന സമയമാണ്. അതുപോലെയാണ് ഇപ്പം തൊട്ടതെല്ലാം കുലാചാരമാണ്. ഒരു കള്ളെടുത്ത് വെച്ചു, കോഴി എടുത്ത് വെച്ചു, കുലാചാരം. കുലാചാരം ചെയ്യണമെങ്കിൽ എന്ത് വേണം? കോഴീനെയും കൊല്ലണം, കള്ളും എടുത്ത് വെക്കണം. ഒരു സംശയം, ഞാൻ ദേവിക്ക്, എൻ്റെ ഉപാസനാമൂർത്തിക്ക് കള്ളും മാംസവും കൊടുത്തിട്ടില്ലെങ്കിൽ ദേവി എന്നോട് കോപിക്കും. ദേവിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ദേവി എന്നോട് കോപിക്കുമെങ്കിൽ ആ ദേവിയാണോ ശ്രേഷ്ഠൻ, ഞാനാണോ ശ്രേഷ്ഠൻ? കാരണം ദേവിയെ ഞാനല്ലേ ഉണ്ടാക്കിയത്. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ ഗണപതി ക്ഷേത്രത്തിൽ പോകുന്നു, ഹനുമാൻ ക്ഷേത്രത്തിൽ പോകുന്നു, അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ പോകുന്നു. ഇപ്പോൾ ശിവക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ കുറേ പ്രതിഷ്ഠകൾ ഉണ്ടാവുമല്ലോ. ശിവൻ്റെ നടയിൽ പോയിട്ട് നമ്മൾ 1 രൂപ നാണയം കാണിക്കേട്ടു, തൊട്ടപ്പുറം ഗണപതിക്ക് 1 രൂപ ഇടാനില്ല, അയ്യപ്പന് 1 രൂപ ഇടാനില്ല. ഇനി ഇവരെന്നോട് ദേഷ്യപ്പെടുമോ, ഇവരെന്നോട് കോപിക്കുമോ, ഇനി ഇവർ തമ്മിൽ അടികൂടുമോ? മനുഷ്യൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് പോകുന്നത്. കാരണം ദേവൻ എന്ന് പറയുന്നതും മനുഷ്യനെന്ന് പറയുന്നതും രണ്ടും 2 അവസ്ഥയാണ്. ദേവൻ എന്ന് പറയുന്ന ഈ രൂപങ്ങൾ പോലും ഈശ്വരനില്ല ശരിക്കും. കൃഷ്ണനാണെങ്കിലും ശിവനാണെങ്കിലും ഇത് ഒന്നും രൂപമില്ല. ആ രൂപം എന്തിനാണ് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ, ആ തത്വം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ശിവന്റെ കഴുത്തിൽ കിടക്കുന്ന പാമ്പ്, ശിവനൊരു പ്രത്യേകതയുണ്ട്. എങ്ങനെയുള്ള ആൾക്കാർ വന്നാലും സ്വീകരിക്കും, അസുരം വന്നാലും സ്വീകരിക്കും, ദേവൻ വന്നാലും സ്വീകരിക്കും. പാമ്പിന്റെ സ്വഭാവം എന്താ? പാല് കൊടുത്ത കൈക്ക് കൊത്തു. എൻ്റെ ഇത് തന്നെ പറയാം, ശ്യാം ചേട്ടാ എന്ന് വിളിച്ച് കുറേ ആൾക്കാർ വരും. അതിൽ ചില ആൾക്കാർ യഥാർത്ഥത്തിൽ ശ്യാം ചേട്ടാ എന്ന് വിളിക്കുന്നവരുണ്ട്. ചില ആൾക്കാരോ ഇവനിട്ട് എങ്ങനെ പണി കൊടുക്കാം എന്ന് ചിന്തിച്ച് വിളിക്കുന്നവരുണ്ട്. അത് വിഷമുള്ളതുമുണ്ട്, വിഷമില്ലാത്തതുമുണ്ട്. അപ്പൊ ഈ ജ്യോതിഷം കൊണ്ടുള്ള ഉപയോഗം എന്താണ് മനുഷ്യർക്ക്? മനുഷ്യന്റെ 3 കാലം അറിയാൻ പറ്റും. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? അതായത് ഇപ്പം അനുപമയുടെ ജ്യോതിഷം നോക്കുവാണെങ്കിൽ അനുപമയുടെ ടൈം, ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ അനുപമയുടെ ഇപ്പോഴത്തെ പ്രസന്റും പറയാൻ പറ്റും, കഴിഞ്ഞതും പറയാൻ പറ്റും. ഇത് രണ്ടും പറയുന്ന കറക്റ്റ് ആണെങ്കിൽ മാത്രം അനുപമ ഫ്യൂച്ചർ പറയുന്നത് വിശ്വസിച്ചാൽ മതി, അല്ലെങ്കിൽ വിശ്വസിക്കരുത്. അത് ഏത് ജ്യോത്സ്യൻ്റെ എൻ്റെ അടുത്ത് പോയാലും ഏത് ജ്യോത്സ്യൻ്റെ അടുത്ത് പോയാലും അനുപമയുടെ കാര്യങ്ങൾ ഒരിക്കലും പറയാം. ഇപ്പം എന്നെ തേടി വരുന്ന ആൾക്കാർ, ഞാൻ ചില ആൾക്കാരെ എടുക്കാറ് പോലും ഇല്ല. കാരണം വരുമ്പോൾ തന്നെ പറയും, ചേട്ടാ ഞാൻ ഡിവോഴ്സായി. ഇത് ഞാൻ പറയേണ്ട കാര്യം, നിങ്ങൾ ഡിവോഴ്സ് ആയി. അപ്പോൾ ഒരു ജ്യോതിഷനെ കൺസൾട്ട് ചെയ്യുമ്പോൾ ആരും സ്വന്തം കാര്യങ്ങൾ ആദ്യം അങ്ങോട്ട് പറയരുത്. എന്നാൽ പിന്നെ അത് പറയാനാണെങ്കിൽ പിന്നെ ഇപ്പം എവിടെ പോയി കഴിഞ്ഞാലും എന്താ അറിയണ്ടേന്ന് ഞാനും ചോദിക്കാറുണ്ട്. ആ ചോദിക്കുന്ന ചോദ്യം എനിക്ക് ടൈം കുറച്ച് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അത് എന്തിനെ കുറിച്ച് അറിയണ്ട. ഇപ്പം അതായത് ദാറ്റ് മീൻസ് നിങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ മക്കളെ കുറിച്ച് അറിയാനാണോ? അപ്പം അത് മാത്രം പറഞ്ഞാൽ എനിക്ക് എൻ്റെ മകളെ കുറിച്ച് അറിയണം, അത് മാത്രം പറഞ്ഞാൽ മതി. അപ്പം ചോദിക്കും മകളുടെ എന്തിനെ കുറിച്ച്, മകളുടെ വിദ്യാഭ്യാസമാണോ ജോലിയാണോ? ചിലപ്പോൾ മകൾ പഠിക്കുന്ന പോലും ഉണ്ടാവും. അത് നമ്മുടെ നക്ഷത്രം വെച്ചിട്ട് നമ്മുടെ കൂടെയുള്ളവരുടെ കാര്യങ്ങളും അറിയാൻ അറിയാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ 4-ാം ഭാവം കൊണ്ട് മാതാവിനെ ചിന്തിക്കാം. അപ്പോൾ എന്താണ് 10-ാം ഭാവം കൊണ്ട് കർമ്മത്തെ ചിന്തിക്കുക, എന്താണെന്നല്ല 12 ഭാവം വെച്ച് പറയുമ്പോഴത്തേക്ക് എല്ലാം വരും അതിനകത്ത്. പക്ഷേ എസ്പെഷ്യലി ഒരാളുടെ കാര്യം മാത്രം പറയുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. പക്ഷെ എങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പം അനുപമ എന്നത്തേടി വരുമ്പോൾ അനുപമയുടെ കാര്യം മാത്രം കൃത്യമായിട്ട് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. അത് പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കാനോ പാടുള്ളൂ. അങ്ങനെ പറയാൻ പറ്റുന്നവർക്ക് മാത്രമേ അനുപമയുടെ കാര്യത്തിൽ സൊല്യൂഷൻ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സൊല്യൂഷൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ അനുപമയല്ല ആരാണെങ്കിൽ എന്നെ തേടി വന്നു കഴിഞ്ഞാൽ, എന്നെ നല്ല ഏത് ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാലും അനുപമയുടെ കാര്യം പുറം ലോകം അറിയരുതെന്നാണ് അനുപമയും ചിന്തിക്കുക, അല്ലെങ്കിൽ വരുന്ന ആരാണെങ്കിലും ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കുക. അപ്പം വന്നിട്ട് ഇതിൻ്റെ ഇടയിൽ ഇപ്പം എൻ്റെ ഇതിൻ്റെ ഇടയിലും വന്ന് കമൻറ്റ് ചെയ്യും,
ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഇയാൾ അത്ര നല്ലതല്ല, അയാൾ എൻ്റെ അടുത്ത് അവൻ എന്തിനു വന്നു, പക്ഷെ വരുന്ന ആൾക്കാരാണെങ്കിലോ ഒന്നെങ്കിൽ അനോണിമസ് പാർട്ടിസിപ്പൻ്റ് ആയിരിക്കും, അതല്ലെങ്കിലോ ഇവൻ്റെ പേര് ലോകത്ത് എങ്ങും ഇല്ലാത്ത പേരുമായിരിക്കും. അതായത് അക്കൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുതിയ അക്കൗണ്ട് ആയിരിക്കും. പിന്നെ നമ്മളടുത്ത് വരുന്ന അത് നല്ലതിന് വന്നാലും ചീത്തയ്ക്ക് വന്നാലും പുറം ലോകം അറിയരുതെന്ന് വിചാരിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഭൂരിഭാഗം. അതിപ്പം ഇപ്പം എൻ്റെ ഭാര്യയുമായിട്ട് ഞാൻ കുറച്ച് പ്രശ്നത്തിലാണ്, അത് ഞാൻ പുറം ലോകം അറിയാൻ ഞാൻ ആഗ്രഹിക്കും. എൻ്റെ ഭാര്യയായിട്ട് പ്രശ്നമൊന്നും ഒരിക്കലും ആഗ്രഹിക്കില്ല. പിന്നെ ഞാനിപ്പോൾ ഒരു ഡോക്ടർ, ഇപ്പം അനുപമയെ ഞാനും കൂടെ ഒരു ഡോക്ടറെ അടുത്ത് പോവാം. ഡോക്ടറെ അടുത്ത് പോയിട്ട് എനിക്കും പനി അനുപമയ്ക്കും പനി, രാജീവ് എന്ന് പറഞ്ഞ ഡോക്ടറുടെ പേര്, നമ്മൾ രണ്ടുപേരും ഒരേ ഡോക്ടറെ കാണിച്ചത്. അനുപമയുടെ രോഗം മാറി, എൻ്റെ രോഗം മാറില്ല. ആ രാജീവ് ചികിത്സിച്ച് എത്ര ഡോക്ടർമാരുണ്ട്, സോറി എത്ര പേഷ്യൻ്റ് ഉണ്ട്. ഈ പേഷ്യൻ്റ് എല്ലാവരും രോഗം മാറി, എൻ്റെ രോഗം മാറാത്തതിൻ്റെ കാരണം എന്താ? ആ ഡോക്ടർ എൻ്റെ പനിയുടെ കാരണം എന്താണെന്ന് കണ്ടെത്തിയിട്ടില്ല. അത് കണ്ടെത്താത്തത് കൊണ്ട് തന്നെ, അതായത് എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ സ്പിരിച്വലി പറയുകയാണെങ്കിൽ എൻ്റെ ആവശ്യം എന്താണ് എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ആ ഡോക്ടർ അറിയുന്നത്. അല്ലാതെ ആ ആസ്ട്രോളജർ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാൾക്ക് സൊല്യൂഷൻ ചെയ്യാൻ പറ്റും. അതായത് ഏത് പ്രോബ്ലത്തിനാണെങ്കിലും ആദ്യം കൺസൾട്ട് ചെയ്യുക, ദെൻ സൊല്യൂഷൻ ചെയ്യുക. ഞാൻ മുമ്പ് കൺസൾട്ടിങ് ചെയ്യുക, അതായത് സൊല്യൂഷൻ നേരിട്ട് ചെയ്യുമായിരുന്നു. അതിൽ നിന്ന് 2-3 കേസുകളിൽ എനിക്ക് ഫെയിലായിപ്പോയി. എല്ലാം സക്സസ് എന്ന് ഞാൻ പറയില്ല, ഞാൻ ദൈവമൊന്നുമല്ല, ഫെയിലായിപ്പോയി. ആ ഫെയിലായിപ്പോയ എനിക്ക് ദ്രോഹം ചെയ്യാത്തവരുടെ പൈസ ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്, ഉള്ള സത്യം പറയാമല്ലോ. അക്കൗണ്ട് മണിയാണ്, അക്കൗണ്ട് വഴിയാണ് തിരിച്ചു കൊടുത്തത്. എനിക്ക് ദ്രോഹം ചെയ്തവൻ്റെ പൈസ ഇപ്പോഴും പെൻഡിങ് ആണ്. കാരണം അവൻ എന്നെ ദ്രോഹിക്കുകയും വേണം, അവന് കാശും വേണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ചില ആൾക്കാർ കാശ് കിട്ടിയിട്ട് ഇയാൾ ഫേക്കാന്ന് എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ പിന്നെ കാശ് വാങ്ങിക്കരുത്. അതായത് ഏതൊരു മേഖലയും പോലെ 50-50 ചാൻസ് ആണ് ഇവിടെ ഉള്ളതെന്നാണോ പറയുന്നത്? 50-50 ചാൻസ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഹോസ്പിറ്റലിൽ നമ്മൾ പോകുന്നത് 50-50 ചാൻസ് അല്ലല്ലോ. നല്ല കാര്യങ്ങൾക്ക് വരികയാണെങ്കിൽ ഒരു 95% ഞാൻ ആക്യുറസി കൊടുക്കാറുണ്ട്. ചീത്ത കാര്യങ്ങൾക്ക് വരികയാണെങ്കിൽ 75% ആക്യുറസി കൊടുക്കാറുണ്ട്. നമ്മളത്തെ ഇപ്പം വക്കീൽ, നമ്മളെ ആളൂർ വക്കീൽ മരിച്ചുപോയി, എനിക്ക് ഗുരുസ്ഥാനാണ് അദ്ദേഹം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വക്കീലാണ്. കാരണം അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ തേടി ആദ്യം ആര് വരുന്നു, അത് വാദി വന്നാലും പ്രതി വന്നാലും ഞാൻ അയാളെ സഹായിക്കും. പക്ഷെ വാദിയുടെയും പ്രതിയുടെയും രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് ഞാൻ കാശ് വാങ്ങിക്കില്ല, ആരെങ്കിലും ഒരാളുടെ കയ്യിൽ നിന്ന്. അങ്ങനെ അത് ഞാനും ചെയ്യും. ഇപ്പോൾ ജ്യോതിശാസ്ത്രം അല്ലെങ്കിൽ ആസ്ട്രോളജി ഒരാൾക്ക് പഠിക്കണം, അയാളെ നമ്മളിപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ABCD ആദ്യം പഠിക്കുന്ന പോലെ ജ്യോതിശാസ്ത്രത്തിൽ ആദ്യം എന്താണ് പഠിപ്പിക്കുക? ഇപ്പം എനിക്ക് ആസ്ട്രോളജി പഠിക്കാൻ താല്പര്യമുണ്ട്, ആദ്യം ഒരു ക്ലാസ് ശ്യാം എന്തായിരിക്കും ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക ജ്യോതിഷത്തിന്? ജ്യോതിഷം പഠിക്കുക എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സുമായിട്ടൊരു കണക്ഷനാണ്. ഗ്രഹനില ഇതൊന്നും അതെല്ലാം ഒരു ഉപാധി മാത്രമാണ്. ഒരു സിമ്പിൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ആദ്യം ജാതി വെച്ച് പറയാറില്ല, എങ്കിലും മനസ്സിലാകാൻ വേണ്ടി പറയാം. മാരാർ ചെണ്ട കൊട്ടും, അതാണല്ലോ അവരുടെ ജോലി, കുലത്തൊഴിൽ. ഞാൻ നേരെ ചെണ്ട കൊട്ടാൻ പോയാൽ, ഞാൻ ഗണക സമുദായത്തിൽ, അത് കണിശ വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തി, ഞാൻ ചെണ്ട കൊട്ടാൻ പോയാൽ എനിക്ക് പഠിക്കാൻ പറ്റും, പക്ഷെ മാരാർ കൊട്ടുന്ന പോലെ എനിക്ക് കൊട്ടാൻ പറ്റില്ല. അങ്ങനെയാണോ? അത് തീർച്ചയായും ലീനേജിൽ പെടുവത്. അതുപോലെ തന്നെ ആശാരി ഇത് ചെയ്യുന്നില്ലേ, അതിൽ ചില ആശാരിമാർ ചെയ്യുന്ന കണക്കുകൾ നോക്കും, വളരെ കറക്റ്റായിരിക്കും. ചില ആശാരിമാർക്ക് ഒരു മേശ പോലും തട്ടിക്കൂട്ടാൻ അറിയാത്ത ആശാരിമാരുണ്ട്. ഞാൻ ഇന്നും കാണിച്ചു തരാം. ആശാരിമാരിൽ ആശാരി പണി പഠിച്ചവർ, ആശാരിമാരിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, പഠിച്ചു നടക്കുന്ന ആൾക്കാരിൽ. എന്ന് വെച്ചാൽ ഇത് പറ്റാത്ത കാര്യമൊന്നുമല്ല, ആർക്കും പറ്റും. ഈ ലീനേജിലുള്ള ആൾക്കാർക്ക് ഇത്, കാരണം എൻ്റെ അച്ഛൻ ചെയ്തതാണ്, എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ചെയ്തത്, ആ പരമ്പരയുടെ ഒരു ഇത് വരുന്ന DNA ഈ സാധനം ഉണ്ടാവും. പിന്നെ ഒരാൾ ജ്യോതിഷനാകണമെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ അയാൾക്ക് ഉപാസന ഉണ്ടായിരിക്കണം. സാധനയുള്ള വ്യക്തിക്ക് മാത്രമേ ഈ ജന്മത്തിൽ ജ്യോത്സ്യനോ അല്ലെങ്കിൽ താന്ത്രികനോ മാന്ത്രികനോ എന്തെങ്കിലും ആകാൻ പറ്റുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ജന്മ അങ്ങനെ ഒരു വാക്ക് വന്നത് കൊണ്ടാണ്. ഇപ്പോൾ ഹരി പത്തനാപുരത്തിനെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പുനർജന്മം അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മം എന്നൊന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുടെ ഒരു ഉദാഹരണമൊക്കെ എടുത്താണ് സംസാരിച്ചത്. അതായത് ഓട്ടിസ്റ്റിക് ആയിട്ട് കുട്ടി ജനിക്കുന്നു, കഴിഞ്ഞ ജന്മത്തിൽ എന്തെങ്കിലും പാപം ചെയ്താൽ അത് ഈ ജന്മത്തിൽ വരേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ തന്നെ അതിൻ്റെ ഒരു ഫലമാണ് നമ്മൾ ഇവിടെ അനുഭവിക്കുന്നതെന്ന് അറിയാനുള്ള ബോധം പോലും ഇല്ലാതാണ് ബുദ്ധി കുറവുള്ള കുട്ടികൾ ജനിക്കുന്നതും, അല്ലെങ്കിൽ അങ്ങനെ കുറേ ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. ശ്യാം എന്തു പറയും, ഒരു മുജ്ജന്മം ഉണ്ടോ എന്ന് ചോദിച്ചാൽ? ജന്മാന്തര കൃതം പാപം വ്യാധി രൂപേണ ജായതേ തത് ശാന്തിർ ഔഷധേർ ദാനേർ ജപ ഹോമാർച്ചനാദിവേ.
ഞാൻ ഈ ശ്ലോകം ചൊല്ലേണ്ട ഒരു കാര്യമില്ല. ഇനി മലയാളത്തിൽ പറഞ്ഞോ. കാരണം ശ്ലോകം ചൊല്ലേണ്ട ഒരു കാര്യമില്ല. ഈ ശ്ലോകം ചൊല്ലാൻ ഒരു കാരണമുണ്ട്. ഏതെങ്കിലും ഒരു ജ്യോത്സ്യന്റെ അടുത്ത് പോകുമ്പോൾ ആദ്യം തന്നെ കടിച്ചാൽ പൊട്ടാത്ത കുറെ ശ്ലോകങ്ങൾ എടുത്ത് ചൊല്ലും. എന്തിനാ ചൊല്ലുന്നത്? എന്നോടൊരു അക്ഷരം പറയരുത്. കാരണം എനിക്ക് ജ്യോതിഷം അറിയില്ല. അതായത് ശരിക്കും എനിക്ക് ജ്യോതിഷം അറിയില്ല. ശ്ലോകത്തിൽ ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ആ ശ്ലോകം ഞാൻ ഛർദ്ദിക്കുക മാത്രമേ ചെയ്യുന്നത്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ശ്ലോകം ചൊല്ലുന്നത്. സത്യത്തിൽ ഞാൻ എൻ്റെ വാചകമല്ല പറയുന്നത്. പണ്ട് ഋഷിമാരെന്തൊക്കെയോ പറഞ്ഞു. ആ പറഞ്ഞ കാര്യം എനിക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല എന്നുള്ളത് പുറമേ പറയുന്നു. ഒന്ന്. രണ്ടാമത് എനിക്ക് അറിവുണ്ട്. ഞാൻ പണ്ഡിതനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ശ്ലോകം ചൊല്ലുന്നു. ഈ രണ്ട് കാര്യത്തിനാണ് ശ്ലോകം ചൊല്ലുന്നത്. അല്ലാതെ ശ്ലോകത്തിന് വലിയ കാര്യമൊന്നുമില്ല. ആണോ? ഇപ്പം അനുപമയ്ക്ക് ഇംഗ്ലീഷ് അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. അനുപമ എന്നോട് ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് എന്ത് കാര്യം? ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നല്ലാണ്ട് എനിക്കൊന്നും മനസ്സിലാവില്ല. സംസ്കൃതം അറിയാത്തവരോട് ഞാൻ ശ്ലോകം ചൊല്ലിയിട്ട് ഒരു പ്രയോജനമില്ല. ഇനി ഞാൻ ആ പറഞ്ഞ ശ്ലോകത്തിന്റെ അർത്ഥം പറയാം. ഒരു മനുഷ്യൻ ജന്മജന്മാന്തരങ്ങളായി ചെയ്തിരിക്കുന്ന പാപത്തിന്റെ ഫലമായിട്ട് ഈ ജന്മത്തിൽ പുനർജനിക്കും എന്നാണ് പറയുന്നത്. ആ പുനർജനിക്കുന്ന സമയത്ത് അതിൻ്റെ പരിഹാരാർത്ഥം ജന്മാന്തര കൃതം പാപം വ്യാധി രൂപേണ ജാത, വ്യാധിയായിട്ട് മാറും. തത് ശാന്തി, അതിന് ശാന്തി വരുത്താനായിട്ട് ഔഷധം, ആദ്യം ഒന്നാമത് പറയുന്നിരിക്കുന്ന ഔഷധമാണ്. ഒരാൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട ഔഷധമാണ്. ജ്യോത്സ്യൻ്റെ അടുത്ത് പോവല്ല. തത് ശാന്തി ഔഷധേർ ദാനേർ, ദാനം ചെയ്യണം അർഹതയുള്ളതിന്. ജപ ഹോമ അർച്ചന ആദിഭി. ജപം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ചാൻറ്റ് ചെയ്യുക. അത് ഹോമം എന്ന് പറയുന്നത്, ഒരു ഹോമം ചെയ്യുമ്പോൾ നമ്മൾ അന്തരീക്ഷത്തിൽ ശുദ്ധി ഉണ്ടാവും, ബ്രെയിനിൽ ശുദ്ധി ഉണ്ടാവും. അർച്ചന എന്ന് പറയുമ്പോൾ നമ്മൾ സമർപ്പണമായിട്ട് ചെയ്യുന്ന എന്തും അത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിൽ തന്നെ ഇപ്പോൾ വിശന്ന് വരുന്ന ഒരാൾക്ക് ഞാൻ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ്, എൻ്റെ കയ്യിൽ എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള കാശേ ഉള്ളൂ, എനിക്ക് വിശക്കുന്നുണ്ട്, ഞാൻ എല്ലാ ദിവസവും കഴിക്കുന്നതാണ്. അപ്പം ഞാൻ വിചാരിക്കും ഇന്ന്, കാരണം അയാൾ കുറേ ദിവസം കഴിച്ചിട്ടുണ്ടാവില്ല, അപ്പോൾ ആ ഭക്ഷണം അയാൾക്ക് കൊടുക്കുമ്പോൾ അയാൾ ആ കഴിക്കുന്ന അതിൽ നിന്ന് തന്നെ നമ്മുടെ വിശപ്പ് മാറുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും. ഇതുണ്ടാകുമ്പോൾ തന്നെ പകുതി രോഗം പോകും. ചോദ്യത്തിലേക്ക് വരുമ്പോൾ മുജ്ജന്മുണ്ടോ? മുജ്ജന്മുണ്ട്, ഉണ്ട്. അതുകൊണ്ടായിരിക്കല്ലേ നമ്മൾ ചെയ്യാത്ത പാപങ്ങളും. ഞാനൊരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് എനിക്കൊരു ഭാര്യയുണ്ട്, കുഞ്ഞുണ്ട്. ഞാൻ കല്യാണം കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ എനിക്കൊരു ഭാര്യയുണ്ട്, എനിക്കൊരു കുഞ്ഞുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യനെയും കുഞ്ഞിനെയും വീട്ടിൽ ഉപേക്ഷിച്ചു. വേറൊരുത്തൻ്റെ ഒരു ഭാര്യ കാഴ്ചയ്ക്ക് കൊള്ളാം, എൻ്റെ ഭാര്യയ്ക്ക് അത്ര കളറില്ല, വലിയ സൗന്ദര്യമൊന്നുമില്ല. വേറൊരുത്തൻ്റെ ഭാര്യ കൊള്ളാം, അടിപൊളിയാണ്. അവളെ എങ്ങനെ വശം ചെയ്യാം, അതായിരിക്കും എൻ്റെ ചിന്ത. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, അവളെ അവളുടെ ഭർത്താവിൽ നിന്ന് എങ്ങനെയെങ്കിലും സെപ്പറേറ്റ് ആക്കും. സെപ്പറേറ്റ് ആക്കാൻ ഞാൻ എന്താ കൊടുക്കുക, ഞാൻ അവളുമായിട്ട് കൂടുതൽ അടുക്കും. അവളെ എന്താ പറയുക, അവളെ നല്ല രീതിയിൽ പാമ്പർ ചെയ്യും. എൻ്റെ നെഗറ്റീവ് വശം ഒരിക്കലും ഞാൻ അവളുടെ കാണിക്കില്ല. അവൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിൽ ഞാൻ കൂടി ചെയ്തു കൊടുക്കും. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ അവൾ എന്ത് ചെയ്യുമ്പോൾ, എൻ്റെ ഭർത്താവ് എന്നെ നോക്കുന്നില്ല, ഇവൻ എന്നെ നന്നായിട്ട് നോക്കുന്നു, എന്ത് ചെയ്യും, ഇവനെ സ്വീകരിക്കും, കൂടെ സ്വീകരിക്കും. മറ്റവനെയോ, സ്വന്തം ഭാര്യനെയും കുഞ്ഞിനെയും ഇവൻ കളഞ്ഞിട്ട് ഇവളുടെ കൂടെ പോയി ജീവിക്കും. ചിന്തിച്ചു നോക്കിയാൽ മതി, അവർക്ക് ജനിച്ച കുട്ടി, അല്ലെങ്കിൽ ഈ ഭർത്താവിനെ കളഞ്ഞ് വേറൊരുത്തൻ്റെ കൂടെ പോയ പെണ്ണിനാണെങ്കിലും, ഭാര്യയെ കളഞ്ഞ് വേറൊരുത്തൻ്റെ കൂടെ പോയ വേറൊരുത്തെ സ്വീകരിച്ച പുരുഷനാണെങ്കിലും ഉണ്ടായിരിക്കുന്ന കുഞ്ഞ് പെണ്ണായിരിക്കും. പെൺകുഞ്ഞ് ഈശ്വരൻ കൊടുക്കുന്നത് നല്ലതിനും ചീത്തയ്ക്കും കൊടുക്കും. അനുഗ്രഹമായിട്ട് വളർത്താൻ അർഹതയുള്ളവന് അനുഗ്രഹമായിട്ടും അർഹതയില്ലാത്തവർക്ക് ശാപമായിട്ടും കൊടുക്കും. കാരണം എനിക്കൊരു വിഷമം ഉണ്ടാണെങ്കിൽ എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകണം, അപ്പോഴാണ് എനിക്ക് വേദന ഉണ്ടാവുള്ളൂ. അല്ലാതെ എന്നെ ആരെങ്കിലും അടിച്ചെന്ന് പറഞ്ഞിട്ടോ എന്നെ ചീത്ത പറഞ്ഞു പറഞ്ഞിട്ടോ എനിക്ക് വേദന ഉണ്ടാവില്ല. അത് ഞാൻ എൻ്റെ കണ്ണാലെ കാണണമെങ്കിൽ ഇങ്ങനെ ഒരു സിംറ്റം ഉണ്ടായേ പറ്റുള്ളൂ. ആ കുഞ്ഞ് എന്ത് ചെയ്തിട്ടാണല്ലേ? ആ കുഞ്ഞ് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് ഇങ്ങനെ ഒരു അച്ഛനും അമ്മയ്ക്കും മകളായിട്ട് ജനിക്കേണ്ടി വരുന്നത്. പിന്നെ അത് മാത്രമല്ല, 1 വയസ്സും 2 വയസ്സുള്ള കുട്ടികളൊക്കെ തന്നെയും ചില കലകളിൽ നന്നായി ഇപ്പോൾ പാട്ട് പാടുന്ന കാണാം. ചില കുട്ടികൾ 1 or 2 വയസ്സുണ്ടാവുള്ളൂ, പക്ഷെ അവർ ഒരു 10 വയസ്സുള്ള കുട്ടികളോ അല്ലെങ്കിൽ വലിയ ആൾക്കാർ പാടുന്ന പോലെയൊക്കെ പാടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതും ഈ ഒരു കഴിഞ്ഞ ജന്മത്തിന്റെ ഒരു തുടർച്ചയാവില്ലേ? ഒരു സിദ്ധി ആ കുട്ടിക്ക് ഓൾറെഡി ജനിച്ചപ്പോഴേ ഉണ്ടാവണമെങ്കിൽ ആ ഗ്രാസ്പിംഗ് പവർ ഒക്കെ നമുക്ക് സയൻസ് പരമായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാവുന്നുള്ളൂ. ആ കൊച്ചിന്റെ ടാലന്റും ഇതൊക്കെ DNA റിലേറ്റഡ് ഒക്കെ ആയിരിക്കും. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഈ ഒരു സിദ്ധി എന്ന് പറയുന്ന ഒരു സംഭവം, അതാണ് പറഞ്ഞത്, കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്തു കൊണ്ടിരുന്ന സാധനയുടെ തുടർച്ചയാണ് ഈ ജന്മത്തിൽ നമുക്ക് കിട്ടുന്നതെല്ലാം. അത് പാട്ടാവാം, ചില കുട്ടികൾ ഡാൻസ് ആവാം, ചില ആൾക്കാർ
ഇന്ന് വരെ കേട്ടിട്ട് പോലും ഇല്ലാത്ത, അതായത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല, ഇംഗ്ലീഷ് ഭാഷ അല്ലെങ്കിൽ ഗുജറാത്തി ഭാഷ, മലയാളം മാത്രം അറിയുന്ന ഒരാളെ എങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഹിന്ദി സംസാരിക്കുക? TV ഒന്നും ഇല്ലാത്ത വീട്, മലയാളികളുടെ ഇടയിൽ വളർന്നൊരു കുട്ടി ഒരു 10 വയസ്സുള്ള കുട്ടികളെ എങ്ങനെ ഹിന്ദി സംസാരിക്കും? അല്ലെങ്കിൽ മറ്റു ഭാഷ എങ്ങനെ സംസാരിക്കും? നാഗവല്ലിയായിട്ട് മാറുമ്പോൾ സംസാരിക്കുന്ന പോലെയാ. നാഗവല്ലി എന്ന് പറയാൻ പറ്റില്ല. അതും ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് സയന്റിഫിക്കലി പറഞ്ഞത്. ആ അവസ്ഥ ഒരാൾക്ക് ഡ്യുവൽ പേഴ്സണാലിറ്റി ഡിസോർഡർ വന്നു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും മറ്റേ ജ്യോതിഷന്റെ അടുത്ത് പോകും, മാന്ത്രികന്റെ അടുത്ത് പോകും, ഈ മന്ത്രവാദികളുടെ അടുത്ത് പോകുമ്പോൾ ആദ്യം അറിയേണ്ട ഒരു കാര്യം TV കാണുന്നതല്ല മാന്ത്രികം. ഈ ചൂരിൽ വെച്ച് ഒരാളെ അടിക്കുക, ഇതൊന്നും യഥാർത്ഥത്തിൽ മാന്ത്രികത്തിലില്ല. ഒരാളെ അടിക്കാൻ പാടില്ല, ദേഹത്ത് വടിവെച്ച് അടിക്കാനുള്ള വിധിയില്ല. അതായത് ഇപ്പം എക്സ് എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് ഡ്യുവൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെങ്കിൽ ഒരു ഹിപ്നോതെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അയാൾ ഹിപ്നോട്ടൈസ് ചെയ്ത് നോക്കും. അതിൽ നിൽക്കുന്നില്ലെങ്കിൽ ഒരു മാന്ത്രികൻ്റെ അടുത്ത്, മറ്റേ നമ്മൾ ആദ്യം പോകേണ്ടത് ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് തന്നെയാണ്. സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് അയാൾക്കത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഒരു മാന്ത്രികനെ സമീപിക്കുക. അപ്പോൾ അദ്ദേഹത്തെ അടുത്ത് പോകുമ്പോൾ വിശദമായിട്ട് നോക്കണം. അത് മാത്രമല്ല, ആ കുട്ടിയുടെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ആ കുട്ടിയെ കൊണ്ട് പോകുമ്പോൾ ആ കുട്ടിയുടെ കൂടെ അമ്മയ്ക്കോ അച്ഛനോ ആർക്കെങ്കിലും കൂടെ നിൽക്കാൻ പറ്റും എന്ന് പറയുന്നവരുടെ അടുത്ത് മാത്രം പോകും. അതെ, അല്ലെങ്കിൽ ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങളായി നമ്മൾ കാണുന്നത്. അതെ, മറ്റേ നിങ്ങൾ കൂടെ നിൽക്കാൻ പാടില്ല, മാറി നിൽക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അയാൾ ഫോണാണ്. അതെ. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇത് അടിക്കുന്ന വെച്ചാൽ നിഴലിലേ അടിക്കത്തുള്ളൂ. ഒരാളുടെ നിഴലിൽ അടിക്കുമ്പോൾ അയാൾ കിടന്ന് പൊളയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഡ്യുവൽ പേഴ്സണാലിറ്റി ഡിസോർഡർ തന്നെയാണ്. അതെങ്ങനെ? ഇപ്പൊ എന്റെ നിഴലിൽ അടിച്ചാൽ എനിക്ക് വേദനിക്കും? ഒരിക്കലും ഇല്ല. പക്ഷെ ഞാൻ വേദനിച്ച പോലെ കിടന്ന് കരയും. ബാധയാണെങ്കിൽ, ബാധ എന്ന് പറഞ്ഞാൽ ശരീരത്തെ ബാധിക്കുന്ന എന്തും ബാധയാണ്. അപ്പോൾ കൂടോത്രം ഉപയോഗിച്ചിട്ട് ഇപ്പോൾ പല ആൾക്കാരും റിലേഷൻഷിപ്പിൽ ഓരോന്ന് നേടുന്നു, പൈസ ഉണ്ടാക്കുന്നു, ഇല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളെ ക്ഷയിപ്പിക്കുന്നു. ഇങ്ങനെ പല കാര്യങ്ങളും കൂടോത്രത്തിലൂടെ ചെയ്യുന്നുണ്ട്. കൂടോത്രം ഉണ്ടോ ശരിക്കും? എക്സാക്ട്ലി. കൂടോത്രം എന്ന് പറയുന്ന ഒരു സാധനമല്ല, ഗൂഢശാസ്ത്രം എന്ന് പറയുന്ന ഒന്നുണ്ട്. ഗൂഢശാസ്ത്രമാണ് കൂടോത്രം ആയതല്ലേ? ഒക്കൾട്ട് സയൻസ് അല്ലേ ഇംഗ്ലീഷ്? ഒക്കൾട്ട് സയൻസ്. ഗൂഢമായിട്ട് ചെയ്യുന്ന, ഒരാൾ മറ്റൊരാൾ അറിയാതെ ചെയ്യുന്ന സമ്പ്രദായം. അതിൽ ഏറ്റവും പവർഫുള്ള് ശാബറാണ്. എന്താണ് ശാബർ? എന്താണത്? ശാബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഋഷി, ഛന്ദസ് ഇതൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന വിധി. അത് നവനാഥന്മാരിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. അതിന്റെ പ്രധാന ആചാര്യൻ ഗോരഖ്നാഥാണ്. ഗോരഖ്നാഥ് സിദ്ധി ഇല്ലാത്ത ഒരാൾക്ക് ഇവിടെ ഇരുന്ന് ആ മന്ത്രം കിട്ടിയതിനെ കൊണ്ടും ജപിക്കാൻ പറ്റില്ല, ജപിച്ചതിനെ കൊണ്ട് സിദ്ധിയാവില്ല. അത് ഹിന്ദി വജ്ര ഭാഷകളും മിക്സാണ്. ശരിക്കും പറഞ്ഞാൽ ബംഗാള്. എനിക്കതിൻ്റെ ദീക്ഷ കിട്ടിയത് യാദൃശ്ചികമായിട്ട് എൻ്റെ ഗുരുനാഥൻ്റെ അടുത്ത് പോയി. കാരണം ഞാൻ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി, ഒരു സ്ഥലത്തും സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. അങ്ങനെ ആയതുകൊണ്ട് തന്നെ കാശി, അതുപോലെ തന്നെ കാമാഖ്യ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയപ്പോഴാണ് എനിക്ക് കാമാഖ്യയിൽ വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ദീക്ഷ കിട്ടുന്നത്, ശാബർ ദീക്ഷ കിട്ടുന്നത്. അത് പ്രയോഗിച്ചതിന് ശേഷം എനിക്ക് ജീവിതത്തിൽ അത് ഫലപ്രദമാണെന്ന് മനസ്സിലായി. പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അതായത് സാധാരണ ഒരു കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആരോടാണെങ്കിലും പറയാറ് 4 മാസം 21 ദിവസം ടൈം വെയിറ്റ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ 5 മാസം വരെ വെയിറ്റ് ചെയ്യാൻ പറയും. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി പറയുന്നതാണ്. ശാബറാണ് ചെയ്യുന്നതെങ്കിൽ ഇത്രയും ടൈമില്ല. ഇത് കേരളത്തിലുള്ള കൂടോത്രം അല്ലേ ശാബർ? അല്ല, ശാബർ കർമ്മം ചെയ്യുന്ന ഒരാൾക്കെതിരെ കേരളത്തിലുള്ള മൊത്തം മന്ത്രവാദികൾ ഒരുമിച്ചിരുന്ന് ചെയ്താലും ഫലിക്കില്ല. അപ്പൊ കേരളത്തിലെ മന്ത്രവാദികൾ ഇപ്പൊ എന്തൊക്കെയാണ് സർവീസസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് അവരോട് തന്നെ പോയി ചോദിക്കണം. ഞാൻ തന്നെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില ആൾക്കാർ യോനി പൂജ, ഭൈരവി ഭൈരവ സാധനം പഠിപ്പിക്കും, കുലാചാരം പഠിപ്പിക്കും. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ചിരിയും വരാറുണ്ട് ചില സമയത്ത്. കാരണം എൻ്റെ കുലത്തിൻ്റെ ആചാരം എങ്ങനെയാണ് മറ്റൊരാൾക്ക് പഠിപ്പിക്കാൻ പറ്റുക? അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇല്ല. കുലാചാരം ശരിക്കും കണ്ടും കേട്ടും പഠിക്കേണ്ട കാര്യമാണ്, ഒരാൾക്കും പഠിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് കുലത്തൊഴിൽ പോലെ തന്നെ ഞാൻ എൻ്റെ കുലത്തൊഴിലിനെ മാറ്റി നിർത്തിയിട്ട് എൻ്റെ കുലാചാരം ഞാൻ അനുഷ്ഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിനെ പറയുക? അച്ഛനെ ഒഴിവാക്കിയിട്ട് ഞാൻ അമ്മയെ സ്വീകരിച്ച പോലെ ആയിപ്പോവും. നമുക്ക് അച്ഛനും വേണം, അമ്മയും വേണം. എൻ്റെ കുലത്തൊഴിലിനെ ഞാൻ അതുപോലെ മാന്യമായിട്ട് കാണണം, അതുപോലെ കുലദേവതയെ അതുപോലെ തന്നെ കാണണം. ഇപ്പൊ ശാമർ ഉപയോഗിച്ചിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ശാമർ ഉപയോഗിച്ച് ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്തു. എന്തൊക്കെയാണ് നല്ല കാര്യങ്ങൾ? ഇപ്പൊ കാണുന്നവർക്ക് നിങ്ങളെ അപ്രോച്ച് ചെയ്യാലോ ഈ നല്ല കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട്. കാണുന്നവർ എന്നെ അപ്രോച്ച് ചെയ്താലും ഇപ്പൊ ഒരാൾ എന്നെ വിളിച്ച് പറയുന്നുണ്ട്, കുറെ പ്രാവശ്യം വിളിക്കുന്നുണ്ട്, ശാബർ പഠിപ്പിച്ചു തരുമോ? അത് പഠിപ്പിച്ചു കൊടുക്കുമെന്ന് വെച്ചാൽ പഠിപ്പിച്ചു കൊടുക്കാം. പക്ഷെ
അതിന് യോഗ്യതയുള്ള ആൾക്കാർ എന്നെ തേടി വന്നതിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. വേറെ ആരും അതിന് യോഗ്യതയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. കരാട്ട പഠിക്കാൻ നമ്മൾ ആദ്യമായിട്ട് പോകുന്നു. ആ പോകുന്ന ഞാൻ ഒരുപാട് പരീക്ഷിച്ചിട്ട് മാത്രമേ എൻ്റെ ഒരു ശിഷ്യനെ ഞാൻ സ്വീകരിക്കത്തുള്ളൂ. ഞാൻ അവരോട് അപ്പോഴും പറയുന്നത് ഞാൻ നിങ്ങൾ ആരും എൻ്റെ ശിഷ്യനല്ല, ദത്താത്രേയ ഗുരുവിൻ്റെ ശിഷ്യനാണ്. എപ്പോഴും പറയുന്നു, അത് ഇപ്പോഴും പറയുന്നു, ദത്തോഹം സർവഭൂതാനാം ശിഷ്യോഹം സർവഭൂതാനാം ദത്തദർശനകാരക. അപ്പോൾ എനിക്ക് ഈ കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇപ്പോൾ കമൻറ്റ് വരും അല്ലെങ്കിൽ ആൾക്കാർ ഇത് റിയാക്ട് ചെയ്യും. കാരണം കൂടോത്രം പ്രോത്സാഹിപ്പിക്കുന്നു അല്ലെങ്കിൽ അന്ധവിശ്വാസം പടർത്തുന്നു അനുപമ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള കമൻറ്റ്സ് വരും. പക്ഷേ ഇതൊക്കെ ഈ സൊസൈറ്റിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളൊരു സത്യമാണ് എനിക്ക് കാണിച്ചു കൊടുക്കാനുള്ളത്. അന്ധവിശ്വാസം എന്ന് പറയുന്ന ആൾക്കാർ ഇന്ന് ഏറ്റവും കൂടുതൽ നിരീശ്വരവാദികളാണ് കമ്മ്യൂണിസ്റ്റുകാർ. അതെ, അതിൻ്റെ ഏരിയ സെക്രട്ടറിമാർ മുകളിലോട്ടുള്ള ആൾക്കാരാണ് എന്നെ തേടി വരുന്നത്. ഇതാണ് വാസ്തവം. ആരുടെയും പേര് ഞാൻ പറയില്ല. അതുപോലെ എന്നെ തേടി വന്നിട്ടുള്ള 2-3 കേസുകളിൽ എന്തുകൊണ്ട് നടന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങളും അവരുടെ പേര് പറയാതെ ഞാൻ പറയാം. അതിലൊന്ന്, ഇപ്പം ഞാൻ ഒരിക്കലും ആ പാപം ഞാൻ സ്വീകരിക്കില്ല. ഒരാൾ വന്നിട്ട് പറഞ്ഞു എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്, വശ്യം ചെയ്തു തരുമോ? ആദ്യം പറഞ്ഞ ഇതാണ്. അപ്പം ഞാൻ പറഞ്ഞു ചെയ്യാം. രണ്ടാമത് അവൻ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ആ പെണ്ണ് എനിക്ക് അടിമയാണ്. കാരണം കുറേ സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് അടിമയാണ്, അതെന്താ കാര്യം? ആ പെണ്ണെന്നോട് അത്രയും ദ്രോഹം ചെയ്തിട്ടുണ്ട്, എനിക്ക് അവളെ അത്രയും ഇഷ്ടമാണ്, പക്ഷെ അവളെ കളയാനല്ല, നോക്കാം. പിന്നെ അവൻ വന്നിട്ട് ചോദിക്കുന്നത്, ചേട്ടാ എനിക്ക് സെക്സ് ചെയ്യാണ്ടിരിക്കാൻ പറ്റുന്നില്ല, ഞാൻ വേറെ ആരുടെയും കൂടെ പോയി സെക്സ് ചെയ്തോട്ടെ. ഞാൻ പറഞ്ഞു, നിനക്ക് വിശക്കുമ്പോൾ നീ ഭക്ഷണം കഴിക്കുന്നു, അതുപോലെ മറ്റൊരു വികാരമാണ് സെക്സ്, ലൈംഗികത എന്നുള്ളത്. അത് തെറ്റല്ല, ആരെയും വേദനിപ്പിക്കാതിരിക്കുക. ഇതാണ് ഞാൻ കൊടുത്ത ഉപദേശം. ഈ ഉപദേശം കേട്ടിട്ട് അവൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അനാഥ പെൺകുട്ടിയുണ്ട്, ആരും ഇല്ലാത്തൊരു പെണ്ണ്. ആ പെണ്ണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ആ പെണ്ണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. കോണ്ടാക്ട് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, ചേട്ടാ ആ പയ്യനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ആ പെണ്ണ എന്നോട് പറയുന്നു, എന്നെ വിവാഹ വാഗ്ദാനം നൽകി അവൻ എന്നെ ഫിസിക്കലി യൂസ് ചെയ്തു. ഇതൊക്കെയാണ് നടക്കുന്നത്. അങ്ങനെ ചെയ്തവൻ്റെ കാര്യം ഞാൻ എങ്ങനെ ചെയ്തു കൊടുക്കണം? ഒരു അനാഥ പെണ്ണെ തൊട്ട് കഴിഞ്ഞാൽ ആ പെണ്ണിൻ്റെ കണ്ണീരുണ്ടല്ലോ, കുടുംബം 7 തലമുറ നശിപ്പിക്കും. ഞാനത് ദുർമന്ത്രവാദി ഒന്നുമല്ല. ഞാൻ അവനെ രക്ഷിക്കാം, അവൻ്റെ കാര്യം ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വെറുതെ എന്തിനാ ഞാൻ തലവേദന വാങ്ങിച്ചു വെക്കുന്നു? ഈ വന്നവൻ്റെ കാശ് ഞാൻ തിരിച്ചു കൊടുത്തിട്ടില്ല. പക്ഷെ അവൻ്റെ കൂടെ വന്ന ഒരാളുണ്ട്, അയാളുടെ കാര്യം നടന്നിട്ടില്ല. അയാൾ ജെനുവിനായിട്ട് വന്ന കേസാണ്, നടന്നിട്ടില്ല. നടക്കാത്തത് നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഇവൻ്റെ കാര്യം നടന്നിട്ടില്ല, റീസൺ ഇതായിരുന്നു. ഇവൻ്റെ കൂടെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു, അയാളുടെ കാര്യം നടന്നിട്ടില്ല. ഞാൻ അവൻ്റെ കാശ് റിട്ടേൺ കൊടുത്തു. ഇവൻ്റെ കാശ് കൊടുക്കാത്തതെന്താ? ഇവൻ ത്രട്ടണിങ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് ഇവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതെല്ലാം, പണ്ടൊക്കെ ഒരു ജോത്സ്യൻ എവിടെയെങ്കിലും ഒരു വീട് കെട്ടിയിരിക്കും, നമ്മൾ അവിടെ ചെന്ന് കൺസൾട്ട് ചെയ്യും, അല്ലെങ്കിൽ ഒരു അമ്പലത്തിൻ്റെ ഭാഗമായിട്ടിരിക്കും, നമ്മൾ അവിടെ ചെന്ന് കൺസൾട്ട് ചെയ്യും. ഇപ്പം അങ്ങനെയല്ല, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും ഒക്കെ വന്നതോടുകൂടി ഇതുപോലുള്ള കുറേ ആപ്പുകളുണ്ട്. ആദ്യത്തെ 1 മിനിറ്റ് നമുക്ക് ജോത്സ്യനോട് സംസാരിക്കാനായിട്ട് പൈസ കൊടുക്കണ്ട. പക്ഷേ ആ 1 മിനിറ്റിനുള്ളിൽ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ജോത്സ്യൻ പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. അപ്പം നമുക്ക് പിന്നെയും ഒരു 20 രൂപ ഇട്ടിട്ട് 500 രൂപ വരെ അതിൽ നിറച്ച് ഗൂഗിൾ പേ വഴി ചെയ്ത് പോകുന്ന ഒരു സിസ്റ്റം ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഈ ഒരു സമൂഹത്തിൽ ഇതൊക്കെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇതിനെ കുറ്റം പറയുന്ന ആൾക്കാരോട് അവർ ഇതും കൂടി എടുത്ത് നോക്കണം. ഇപ്പോഴാണ് കൂടുതലായിട്ട് കൂടോത്രവും അല്ലെങ്കിൽ ജ്യോതിഷവും ഈ ആപ്പുകളും അല്ലെങ്കിൽ ഓൺലൈനിൽ തന്നെ നമുക്ക് ജാതകം കിട്ടും, ടൈം അടിച്ചു കൊടുത്ത്, ഇതെല്ലാം ഇന്നത്തെ കാലത്ത് ഈ ഒരു സയൻസ് ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ഇപ്പോൾ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാനും ഇതുപോലത്തെ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ലോഞ്ച് ആയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. കാരണം അതിൻ്റെ ആൾക്കാരെയൊക്കെ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നു, കുറേ ആൾക്കാരെ ഇപ്പോഴും ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. കാരണം ഇതുപോലത്തെ ഒരു ഫേമസ് ആപ്പ്, പേര് പറയുന്നില്ല, അപ്പം ആപ്പിലേക്ക് എന്നെ വിളിച്ചതായിരുന്നു ആസ്ട്രോളജറായിട്ട്. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് ക്രൈറ്റീരിയ? അവർ പറഞ്ഞ ഉത്തരം, ഞങ്ങളൊരാൾ തരും, നിങ്ങൾ അദ്ദേഹമായിട്ട് 10 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് കൂടുതൽ നിങ്ങൾ സംസാരിച്ച് സെലക്റ്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു 10 മിനിറ്റ് സംസാരിച്ചാൽ സെലക്ഷനോ? ആ ശരി. അപ്പം എനിക്ക് മനസ്സിലായി ഇതിനകത്തൊരു കാര്യമില്ല. കാരണം അത് ആരെ കൊണ്ടും പറ്റും. 10 മിനിറ്റ് നീട്ടിക്കൊണ്ട് പോകാൻ ആരെ കൊണ്ടും പറ്റും. സൊല്യൂഷൻ അതിന്റെ ഇടയിൽ വരുന്നില്ല എന്നുള്ളതാണ്. കാരണം കൂടുതൽ പൈസ അവർക്ക് വേണം ആപ്പുകാർക്ക്. സമയം നീട്ടിക്കൊണ്ട് പോയാൽ മാത്രമല്ലേ പൈസ കിട്ടുള്ളൂ. പിന്നെ അതിനകത്ത് റേറ്റിംഗ് എങ്ങനെയാന്ന് വെച്ചപ്പോൾ റേറ്റിംഗ് പെയ്ഡ് റേറ്റിംഗ്, കാരണം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കും. അപ്പം ഞാനത് പിന്നെ ഞാനിപ്പം ആസ്ട്രോളജി ആപ്പ് ചെയ്യുന്നത്
അതിനകത്ത് എൻ്റെ കൂടെ ഒരാൾക്ക് ഒരു ആസ്ട്രോളജറായിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ചില ക്രൈറ്റീരിയ ഉണ്ട്. ഞാൻ ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും കൊടുക്കും. ആ കൊടുക്കുന്നത് ചിലപ്പോൾ ആണിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും. അത് കണ്ടപാട് അയാൾ പറയണം ഈ ജാതകം ആണല്ല ഇത് പെണ്ണാണ്. അയാൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്ന് പറയണം. ആ ജീവിതത്തിൽ അയാളുടെ ജീവിതത്തിലുള്ള 12 ഭാവങ്ങളും കൃത്യമായിട്ട് പറയാൻ പറ്റണം. ഒരു 100% ആക്യുറസി ഒന്നും വേണ്ട, 90% ആക്യുറസി ഉണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റും. ഇപ്പോൾ വ്യാഴമാറ്റം ഉണ്ടായി ജൂൺ 2-ാം തീയതി. എല്ലാവരും അതിന് പിന്നാലെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യൂട്യൂബിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെർച്ചാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ മാറ്റം ഒരാളുടെ ജീവിതത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ഓരോ നാളുകാരെയും ഓരോ വിധത്തിലാണ് സ്വാധീനിക്കുന്നത്. ഇപ്പോൾ അനിഴം നക്ഷത്രം എൻ്റെ നക്ഷത്രമാണ്, എനിക്ക് നല്ലതാണെന്നാണ് പറയുന്നത്. ഇനി അങ്ങോട്ടേക്ക് വ്യാഴം ഇനി 1 വർഷത്തോളം ഈ 9-ലാണ് നിൽക്കുന്നത്. അടുത്ത ജൂൺ 6 വരെ, 2027 ജൂൺ 5 വരെ എന്തോ വ്യാഴം അങ്ങനെ ഒറ്റ നിൽപ്പാണ്. അപ്പോൾ അനിഴം നക്ഷത്രത്തിന് നല്ലതാണെങ്കിൽ അതുപോലെ ഏതൊക്കെ നക്ഷത്രത്തിന് എങ്ങനെയൊക്കെ ബാധിച്ചിട്ടുണ്ടെന്ന് വ്യക്തമായിട്ട് പറയണം. ഈ ചോദ്യത്തിന് ഉത്തരം ഞാൻ ഒരു ഉദാഹരണം വഴി പറഞ്ഞുതരാം. അതായത് 7 ശനി, കണ്ടകശനി, അതുപോലെ തന്നെ കർമ്മവ്യാഴം, ജന്മവ്യാഴം, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇത് എല്ലാവർക്കും നല്ലതും എല്ലാവർക്കും ദോഷവുമല്ല. ഇപ്പം നമ്മൾ ഇപ്പം അനുഭവം പറഞ്ഞ പോലെ യൂട്യൂബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് നല്ലതാണ്, ചില ദിവസം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാര്യം കാണും മറ്റേ മകനക്ഷത്രം നല്ലതാണ്, അശ്വതിക്ക് നല്ലതാണ്, ചിലത് ഇതൊന്നും നല്ലതെന്നല്ല ഞാൻ പറഞ്ഞു. അത് മാത്രല്ല പല വിധത്തിലാ പറയാം. അശ്വതിയെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഇപ്പൊ 7 ശനി കാലഘട്ടം കൊള്ളൂല, ദോഷമാണ്. പക്ഷെ അവരുടെ ജാതകം കൂടെ എടുത്തു നോക്കണം. അതുപോലെ മകം നക്ഷത്രം, പൂരം നക്ഷത്രം, ഇതൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം വ്യാഴം 12-ലും ശനി അഷ്ടമത്തിലുമാണ്. 6-ാം ഭാവാധിപനായിരിക്കുന്ന വ്യാഴം 12-ൽ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ദോഷം ചെയ്യത്തില്ല. വെറുതെ വ്യാഴം 12-ൽ പോയി എന്ന് പറഞ്ഞിട്ട് ദോഷം, അവരുടെ ജാതകത്തിൽ ഏത് ഭാവമാണെന്നും കൂടെ നോക്കണം. അതും കൂടെ നോക്കിയതിന് ശേഷം വേണം ഈ ഇത് പറയാൻ വേണം. അതുകൊണ്ടാണ് ഈ ജാതകം എഴുതുന്ന ആൾക്കാർ ഈ തെക്കൻ ഭാഗത്തോട്ടുള്ള ജാതകങ്ങൾ ഒരിക്കലും എഴുതരുതെന്ന് ഞാൻ പറയുള്ളൂ. അത് പരമാവധി നിങ്ങൾ വടക്കൻ സമ്പ്രദായ ജാതകം എഴുതുക. അതിനകത്ത് കണക്കുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, നിങ്ങൾക്ക് വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. അങ്ങനെയുണ്ടോ? 2 ജാതകമുണ്ട്, തെക്കൻ സമ്പ്രദായവും വടക്കൻ സമ്പ്രദായവും. വടക്കൻ സമ്പ്രദായത്തിലെ ജാതകമാണെങ്കിൽ നല്ലൊരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. തെക്കൻ സമ്പ്രദായം ആണെങ്കിൽ അതിനകത്ത് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് എഴുതിയതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ ഈ ജാതകം കൊണ്ട് കാണിക്കത്തില്ല. അത് കാണിക്കാതിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഫലം നമുക്ക് അനുഭവത്തിൽ വരുന്നു വിചാരിക്കും, പക്ഷെ അനുഭവത്തിൽ വരില്ല. ജ്യോതിഷത്തിലുള്ള ഈ കള്ളനാണയങ്ങളുണ്ടല്ലോ, അവരെയൊക്കെ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്? ജ്യോതിഷാണെങ്കിലും മാന്ത്രികാണെങ്കിലും താന്ത്രികാണെങ്കിലും ഇതിനകത്തൊക്കെ കള്ളനാണയങ്ങളുണ്ടാവും. ഈ കള്ളനാണയങ്ങളെ തിരിച്ചറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒന്നാമത് വേഷം കിട്ടില്ല. ഇന്നുള്ള വേഷമായിരിക്കില്ല നാളെ ഉണ്ടാവും, ഇന്നുള്ള പേരായിരിക്കില്ല നാളെ ഉണ്ടാവും, ഒരു 108 പേരുണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ ചോദ്യത്തിൽ നിന്ന് 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, പണ്ടുള്ള ആൾക്കാർ പറയാറുണ്ട്, നീ ചണ്ടാള കുലത്തിൽ ജനിക്കട്ടെ അല്ലെങ്കിൽ ശൂദ്ര സ്ത്രീയുടെ മകനായി ജനിക്കട്ടെ എന്നൊക്കെ അതായത് പുരാണങ്ങൾ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ, ഞാൻ ജാതിയല്ല പറയുന്നത്, പുരാണങ്ങൾ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പറയുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അർത്ഥം പല തലത്തിൽ അർത്ഥങ്ങൾ മാറും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഭൂമിയെ തന്നെ ശൂദ്രഭൂമി എന്ന് പറയുന്നില്ലേ നമ്മൾ, ബ്രാഹ്മണ ഭൂമി എന്ന് പറയുന്നില്ലേ, ക്ഷത്രിയ ഭൂമി, വൈശ്യഭൂമി, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഭൂമിയെ. ഈ തരംതിരിവ് മനുഷ്യനിലുമുണ്ട്. മനുഷ്യനിൽ എങ്ങനെയാണ് വരിക? ശൂദ്രൻ എന്ന് പറയുന്നത് അറിവില്ലാത്തവൻ ശൂദ്രൻ, അറിവിനെ വളച്ചൊടിക്കുന്നവനും ശൂദ്രൻ. ശൂദ്രന്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശൂദ്രന്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം എന്ന് പറഞ്ഞത് ഞാൻ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. കാരണം അതുകൊണ്ട് ഉരുക്കി ഒഴിക്കാനല്ല പറഞ്ഞത്, അതൊരു ജാതിയും അല്ല പറഞ്ഞത്, അല്ല, അറിവിനെ വളച്ചൊടിക്കുന്നവന്റെ ചെവിയിൽ ഈ ഒരുക്കി ഒഴിക്കണം എന്ന് പറഞ്ഞു. അതായത് എനിക്ക് നല്ല പാണ്ഡിത്യം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ അറിവ് വെച്ച് ഞാൻ ഈശ്വരനാകാൻ ശ്രമിക്കുകയും എല്ലാവരും എന്നെ പൂജിച്ചാൽ മതി എന്ന് പറയുകയും അങ്ങനെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ എന്നെ മാത്രമേ പൂജിക്കാവുള്ളൂ, വേറെ ആരെയും പൂജിക്കരുത്, ഞാനാണ് ദൈവം. അതുപോലെ ഈ ഗുരുഗീതയെ പറയുന്ന ഒരു വാചകം പറയാം, ഗുകാരോ ഗുണാതീത രുകാരോ രൂപവർജിത എന്നൊരു വാചകമുണ്ട്. ആർക്കും വേണ്ട. ഗുരുപാദോദകം പിത്വ ഗുരുനാമ സദാജപേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവിൻ്റെ കാല് കഴുകിയ വെള്ളം കുടിക്കണം, ഗുരുവിൻ്റെ നാമം എല്ലായ്പ്പോഴും ജപിക്കണം. അവിടെ ഗുരു എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പ് ഒരു വിശേഷണം പറഞ്ഞിട്ടുണ്ട്, ഗുകാരോ ഗുണാതീത രുകാരോ രൂപവർജിത. ഗുരുവിന് ഗുണവും രൂപവും ഇല്ല. രൂപവും ഗുണവും ഇല്ലാത്തതിൻ്റെ കാല് കഴുകി വെള്ളം കുടിക്കാൻ പറ്റുമോ? ആ തലത്തിന് അതായത് നോളജ് സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ ചില ആൾക്കാർ പറയാറുണ്ട്, ഗുരു കോപിച്ച ശിവനും രക്ഷിക്കില്ല, ശിവൻ കോപിച്ച ഗുരു രക്ഷിക്കും. ഗുരു കോപിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ശിവൻ രക്ഷിക്കുക? ഗുരു കോപിച്ച് അവൻ്റെ അറിവ് എന്നേക്കുമായിട്ട് ഇല്ലാണ്ടായി,
പിന്നെ ശിവനെ തിരിച്ചറിയാൻ അവന് പറ്റില്ല. ശിവൻ മംഗളകാരി എന്നുള്ള അർത്ഥം അത് കോപിച്ചു കഴിഞ്ഞാൽ ഗുരുവിൻ്റെ അറിവ് ഉണ്ടെങ്കിൽ അവൻ അതിനെ പ്രതിരോധിക്കാൻ പറ്റും. ഈ തത്വമാണ് അവിടെ പറയുക. അതുപോലെ ഭാര്യയെ ഗുരുവിന് സമർപ്പിക്കണം എന്ന് പറയുന്ന കുറേ ഗുരുക്കന്മാരുണ്ട്. ഇതിൻ്റെ അർത്ഥം ഭാര്യയെ ഗുരുവിന് ഭോഗിക്കാൻ കൊടുക്കണം എന്നല്ല. എനിക്ക് നേടിയ അറിവ് എൻ്റെ ഭാര്യയ്ക്കും ഉണ്ടാകണം, ഭാര്യയെ അറിവ് നേടുന്നതെന്ന് തടയരുത് എന്നാണ് ഭാര്യയെ സമർപ്പിക്കണം എന്ന് പറയുന്നത്. ഇപ്പം അടുത്ത് ഞാനൊരു ഇത് കണ്ടു. എനിക്ക് അദ്ദേഹത്തോട് വളരെ ബഹുമാനമുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ 2-3 കാര്യങ്ങളോട് മാത്രം എനിക്ക് നല്ല വിയോജിപ്പുണ്ട്. അതായത് എന്ത് പറയും, ഏത് പോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാലും ജാതിയുടെ പേര് പറയും. അതുമാത്രമല്ല, പുള്ളിയുടെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു. ബ്രാഹ്മണ ശാപം എന്ന ഏതെങ്കിലും ജ്യോത്സ്യൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ SC/ST ആക്ട് പ്രകാരം അയാളുടെ പേരിൽ കൊണ്ട് കേസ് കൊടുക്കുന്നു. ശരിക്കും പറഞ്ഞാൽ SC/ST ആക്ട് എന്ന് പറയുന്ന SC/ST ആക്ട്, സ്ത്രീ പീഡന നിയമം, ഈ മറ്റേ എന്താ പറയുക ഗാർഹിക പീഡന നിയമം, ഇതൊക്കെ എടുത്ത് കളയേണ്ട കാലം കഴിഞ്ഞ്. ഞാനൊരു SC/ST കാരനാണെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും വീട്ടിൽ അത്യാവശ്യം കാശുണ്ട്, എൻ്റെ അച്ഛനും അമ്മയും സർക്കാർ ജോലിക്കാരനാണ്. എനിക്കെന്തിനാ SC/STയുടെ ആനുകൂല്യം വേണ്ട? SC/STയുടെ ആനുകൂല്യം പറ്റുകയും വേണം. എന്നാൽ SC/STയുടെ ജാതി ജാതി പറയണ്ട, ഒരു വിരോധം ഉണ്ടായാൽ മതി. ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു കൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അകത്താ. ഈ സാധനമൊക്കെ എടുത്തു കളയേണ്ട കാലം പണ്ടേ കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ സാമ്പത്തിക സംവരണം മാത്രം വരണം എന്ന് ഞാൻ പറയുന്നു. പാവപ്പെട്ടവനെ ഉയർത്തി കൊണ്ടുവരണം, അതാരാണെങ്കിലും. ഇപ്പം ഞാനിപ്പം എൻ്റെ ഫോട്ടോ വെച്ചിട്ട് എന്നെ ദൈവമാണെന്നും പറഞ്ഞിട്ട് പൂജിക്കണം ഞാൻ എവിടെയും പറയാറുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ കുറേ ഹിന്ദു ഐക്യവേദി അങ്ങനെ കുറേ സംഘടനകളുണ്ട്. എന്ത് കാര്യത്തിനാണ് ഇത് ഉണ്ടായതെന്ന് എനിക്കറിയില്ല. ഹിന്ദു ഐക്യവേദി ആയിക്കോട്ടെ, ഏത് ഐക്യവേദിയാണെങ്കിലും തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് തന്നെ പറയണം, അതാര് ചെയ്താലും. സാക്ഷാൽ ആദിശങ്കരാചാര്യ സ്വാമികൾ ഒരാളെ നമസ്കരിക്കുന്ന ഒരു ഫോട്ടോ ഫേസ്ബുക്കിൻ്റെ കവർ പേജിൽ ഞാൻ കണ്ടു. ഈ ഹിന്ദു ഐക്യവേദിക്കാർ ഒരക്ഷരം പറഞ്ഞിട്ടില്ല. ഒരു മുസ്ലിം എന്താ ഒരു ഫോട്ടോ, ഭഗവാൻ കൃഷ്ണൻ ചിക്കൻ ബിരിയാണി അത് മന്തി കഴിക്കുന്ന ഒരു ഫോട്ടോ ഇട്ട് കൊണ്ട് കേസ് കൊടുത്തു. ഈ ശങ്കരാചാര്യ നമസ്കരിക്കുന്ന ഫോട്ടോ ഇട്ട ചങ്ങാതി ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു, കൃഷ്ണൻ കുലാചാര മന്തി എന്നും പറഞ്ഞിട്ട്. അപ്പം അതിനെതിരെ കേസില്ലേ? രണ്ടുപേരും ചെയ്തു ഒരേ കാര്യം തന്നെ, എന്ത് വിമർശിക്കാത്ത? ഈ SC/ST ആക്ടിനെ ഭയന്നിട്ട് തന്നെയാണ്. നാളെ ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് എനിക്കെതിരെ ഞാൻ SC/STയുടെ പേരേ പറഞ്ഞിട്ടില്ല. ആ സാധനം മനുഷ്യനെ എല്ലാവരെയും തുല്യമായി കാണണമെന്ന് ഞാൻ പറയുന്നുള്ളൂ. ഒരു ജാതി ഇവിടെ വേണ്ട, ജാതി വേണ്ട, വർണ്ണം മതി. വർണ്ണം എന്ന് പറഞ്ഞാൽ വരിക്കുന്നതാണ് വർണ്ണം. ഇപ്പം ഞാൻ ഇന്നൊരു ആസ്ട്രോളജറാണ്, നാളെ ഒരു വ്യവസായിയാണ്, ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ ഞാൻ വൈശ്യനാണ്. ഒരു ആസ്ട്രോളജറാണെങ്കിൽ ഞാൻ ബ്രാഹ്മണനാണ്. ഞാൻ എന്താ പറയുക, മറ്റുള്ളവരെ സംരക്ഷിക്കുന്ന ഏതെങ്കിലും തൊഴിൽ ചെയ്യുമ്പോൾ ഞാൻ ക്ഷത്രിയനാണ്. ഒരു വിദ്യ പകർന്നു കൊടുക്കുമ്പോൾ ഞാൻ ബ്രാഹ്മണനാണ്. ഇതിനെവിടെയാണ് ഇത് വരുന്നത്? ഈ 4 വർണ്ണത്തിൽ നിന്ന് വ്യതിചലിച്ച് ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ചണ്ടാളനാണ്. കുലാചാരം എന്ന് പറയുന്ന സമ്പ്രദായം, അല്ലെങ്കിൽ കൗളമാർഗം എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാർ, ഈ കൗളം എന്ന് പറയുന്ന ഒരാളും ഇന്ന് വരെ ഇവിടെ ഇല്ല. കൗളം ചെയ്യുന്ന ഒരാൾ ഞാൻ കൗളനാണെന്ന് പറയില്ല. ഒരു അവതാരം ഇവിടെ വന്നിട്ട് അവതാരമാണെന്ന് പറയില്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവരാരും അവതാരമല്ല, അവരാരും കൗളമല്ല. കൗളം എന്ന് പറയുന്നത് സമയാചാരത്തിൻ്റെ വേറൊരു പതിപ്പ് തന്നെയാണ്. അതായത് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരവസ്ഥ. അവിടെ ബാഹ്യമായിട്ടുള്ള ഒരു സാധനമില്ല, പഞ്ചമകാരങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ യൂസ് ചെയ്യില്ല കൗളത്തിൽ, യഥാർത്ഥ കൗളത്തിൽ. പിന്നെ കൗളം എന്ന് പറയുമ്പോൾ ഇപ്പം ഞാനിപ്പോൾ പറയാണ്, നിങ്ങളെല്ലാവരും എൻ്റെ ശിഷ്യനായിട്ട് വരും, നിങ്ങൾക്ക് കള്ള് കഴിക്കാം, പോത്ത് കഴിക്കാം, കോഴി കഴിക്കാം, ചിക്കൻ കഴിക്കാം, സ്ത്രീകളെ ഭോഗിക്കാം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്നത്തോട്ട് കുറേ ആൾക്കാർ വരും. എനിക്ക് അങ്ങനെയുള്ള നിങ്ങളെ വേണ്ട. പക്ഷെ ഞാൻ പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ദത്താത്രേയ സമ്പ്രദായമാണ്. ആ പരമ്പര നിലനിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അവിടെ ഞാൻ ഗുരുവല്ല ആർക്കും. ഗുരു വരുന്നവർ തന്നെ ഗുരു. നിങ്ങൾ തന്നെ നിങ്ങളെ തിരിച്ചറിയുക എന്നുള്ളത് മാത്രമാണ്. അതുപോലെ തന്നെ ചില ആൾക്കാർ ചെയ്യുന്നത് ഞാൻ കണ്ട കാര്യങ്ങളാണ് പറയുന്നത്, ആരും തമാശ പറയുന്നതല്ല. ഒരാളെ അത് എപ്പോഴെങ്കിലും എൻ്റെ അറിവിലില്ല. ഇപ്പം അനുപമയെ എനിക്ക് പൂജിക്കാം, പക്ഷെ അനുപമയ്ക്ക് എന്നെ പൂജിക്കാൻ പാടില്ല. ഞാൻ അനുപമയുടെ ഗുരുവാണെങ്കിൽ പോലും ലളിതാ സഹസ്രനാമം ഉപയോഗിച്ച് എന്നെ പൂജിക്കരുത്. അങ്ങനെ പൂജിക്കാൻ ഒരു വിധി എൻ്റെ അറിവിലില്ല. പക്ഷെ ഞാൻ അനുപമയെ പൂജിക്കാം. സ്ത്രീ ഏത് സ്ത്രീയും, അത് ആരും ആയിക്കോട്ടെ, വേശ്യയിൽ പോലും ഈശ്വരനെ കാണണം. ഒരു വേശ്യയുടെ ശാപം കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ ജീവിതം അതോടെ തീർന്നു. പതിവ്രതയുടെ ശാപം പോലെ തന്നെ വേശ്യയ്ക്കും ശപിക്കാനുള്ള കഴിവുണ്ട്. വേശ്യ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ വാക്സിദ്ധി, നമുക്ക് പെട്ടെന്ന് നമ്മളെ തേടി അംഗീകാരങ്ങൾ വരിക, ഇതൊക്കെ ഒരു വേശ്യ അനുഗ്രഹിച്ചാൽ കിട്ടും, വേശ്യ അനുഗ്രഹിച്ചാൽ കിട്ടും.
നേരെ തിരിച്ചൊരു വേശ്യ ശപിക്കുകയാണെങ്കിൽ ഉണ്ടായിരുന്ന പ്രശസ്തി പേര് എല്ലാം ഒറ്റയടിക്ക് പോവുകയും ചെയ്യും. എല്ലാവരും പതിവ്രതാ ശാപത്തെക്കുറിച്ച് മാത്രം പറയുമ്പോൾ വേശ്യാശാപം മറക്കരുത്. ഭഗവാൻ ദത്താത്രേയ സ്വാമിയുടെ 24 ഗുരുക്കന്മാരിൽ ഒരു ഗുരു പിങ്കള എന്ന് പറയുന്ന വേശ്യയാണ്. 24 ഗുരുക്കന്മാരുണ്ട്. അദ്ദേഹം ആരുടെ കീഴിൽ നിന്നും വിദ്യ പഠിച്ച വ്യക്തിയല്ല. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ശരിയാണ്, പക്ഷെ ആ വ്യക്തിയെ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ഒരു കാണാത്തൊരു വ്യക്തിയോട് എനിക്ക് എങ്ങനെയാണ് വിരോധം ഉണ്ടാവും? കാരണം അദ്ദേഹത്തിൻ്റെ സമ്പ്രദായമല്ല ഞാൻ ചെയ്യുന്നത്. ഒരാൾ ഇപ്പം ഞാൻ മലബാറാണ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് വേറെ പരമ്പരകളെ എനിക്ക് ദീക്ഷ കൊടുക്കാനോ ഇതൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ പഠിച്ചിട്ടുണ്ടാവാം, പല ഗുരുക്കന്മാരുടെ അടുത്ത് പോയി പല ആചാരങ്ങളും പല സമ്പ്രദായങ്ങളും പഠിച്ചിട്ടുണ്ടാവാം, എനിക്ക് അതിൽ അറിവുണ്ടാവാം. പക്ഷെ ഏതെങ്കിലും ഒന്നിൽ മാത്രമേ എനിക്ക് പൂർണ്ണത എത്താൻ പറ്റുള്ളൂ, അത് മാത്രമേ എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൂടുതലും ദത്താത്രേയ പരമ്പരയാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അതിൽ മാത്രമാണ് എനിക്കെന്തെങ്കിലും ചെയ്യാനും പറ്റുള്ളൂ. പിന്നെ ശാബർ എന്ന് പറയുന്ന കർമ്മം ദത്താത്രേയ സമ്പ്രദായത്തിൽ തന്നെ വരുന്ന ഇതാണ്. അതിൽ ഗോരഖ്നാഥൻ്റെ പരമ്പരയിൽ അല്ലെങ്കിൽ ഗോരഖ്നാഥ സിദ്ധിയുള്ള ഏതൊരാൾക്കും, നാഥന്മാർ 9 പേരുണ്ട്. അതിൽ ഞാൻ ഏത് നാഥൻ്റെ പരമ്പരയാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഗുരു പരമ്പര ഇത് എപ്പോഴും രഹസ്യമാക്കി വെക്കണം എന്നാണ്. ഗുരുവിനെ ഒരിക്കലും പരസ്യമായി വെക്കാൻ പാടില്ല. ഗുരുവിനെ നമ്മൾ ഒരു കച്ചവട ചരക്കാക്കി മാറ്റാനും പാടില്ല. ഞാൻ എൻ്റെ ഗുരുവിനെയോ എൻ്റെ പരമ്പരയോ അത് ഏതാണെന്ന് പല ഗുരുക്കന്മാരുടെ അടുത്തും ഒരുപാട് അലഞ്ഞു നടന്നിട്ടാണ് എനിക്ക് ഓരോ വിദ്യ ഓരോരുത്തരും പറഞ്ഞത്. പെട്ടെന്ന് പോയപ്പോഴത്തേക്ക് എനിക്ക് ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആരും വായിക്ക് വഴിയിട്ട് വന്നിട്ടില്ല. അതിൽ എന്നെ ദ്രോഹിച്ച ഗുരുവുണ്ട്, എന്നെ കൊല്ലാൻ കൊണ്ടുപോയ ഗുരുവുണ്ട്, നരബലി അടക്കം. അവരോടൊക്കെ എനിക്ക് ഇന്ന് ആ സമയത്ത് ദേഷ്യം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം അവരോടൊക്കെ എനിക്ക് നന്ദിയേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ ഞാൻ ബ്രാഹ്മണനല്ല, ഇനി അതാണെന്നും പറഞ്ഞിട്ട് വരരുത്. ഞാൻ ഒരു അവർണനാണ്, എന്നാൽ സവർണനുമാണ്. അവർണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർണ്ണത്തെ അംഗീകരിക്കാത്തതെന്നല്ല അർത്ഥം. ഞാൻ വർണ്ണത്തെ അംഗീകരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് സവർണനാണെന്ന് പറഞ്ഞത്. പിന്നെ ഈ പറഞ്ഞ വ്യക്തി ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും, പക്ഷെ അദ്ദേഹത്തോട് എനിക്ക് വ്യക്തിപരമായ വൈരാഗ്യമല്ല. ഞാനിത് പറയാൻ കാരണം അദ്ദേഹം ചെയ്ത ചില പ്രവർത്തികൾ. കാരണം ശങ്കരാചാര്യ സ്വാമിയോട് നമസ്കരിക്കുന്ന രീതി അത് തെറ്റാണ്. ഒരു സ്ത്രീ അദ്ദേഹത്തെ പൂജിക്കുന്ന രീതി അതും തെറ്റാണ്. മൂന്നാമത്തത് അദ്ദേഹത്തിൻ്റെ പുസ്തകം, അദ്ദേഹം ആൾദൈവമാകാൻ ശ്രമിച്ചിട്ടില്ല എന്ന് പറയരുത്. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചിട്ടുള്ള ആൾക്കാർക്ക് അതിൻ്റെ ഫ്രണ്ട് പേജിൽ വെണ്ടയ്ക്ക മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ട്, ഹൈറാഖാൻ ബാബാജിയുടെ അവതാരമാണ്, മത്സ്യേന്ദ്രനാഥൻ്റെ അവതാരമാണ്, ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ മത്സ്യേന്ദ്രനാഥൻ്റെ അവതാരമാണെങ്കിൽ മത്സ്യേന്ദ്രനാഥൻ്റെ ശിഷ്യനാണ് ഗോരഖ്നാഥൻ. ഗോരഖ്നാഥൻ്റെ ഒരു ചെറിയൊരു കഥ ഇവിടെ പറയാം. ഗോരഖ്നാഥൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവിൻ്റെ ആജ്ഞ അനുസരിച്ച് ഭിക്ഷയാചിക്കാൻ പോയി തിരിച്ചു വന്ന് വീണ്ടും ഭിക്ഷയാചിക്കാൻ പോയപ്പം ആ സ്ത്രീ പറഞ്ഞു, നിങ്ങളൊക്കെ കള്ളന്മാരാണ്, ഭിക്ഷയാചിക്കാൻ പറ്റില്ല, കള്ളന്മാരാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവരെ എൻ്റെ ഗുരുവിൻ്റെ ആജ്ഞ കൊണ്ടാണ് എനിക്ക് ഭിക്ഷ വേണമെന്ന് പറഞ്ഞു. എനിക്ക് നിൻ്റെ കണ്ണെനിക്ക് ദാനം ചെയ്യാൻ പറഞ്ഞു, കണ്ണ് കുത്തിയെടുത്ത് തന്നാൽ എനിക്ക് ഭിക്ഷ തരാമെന്ന് പറഞ്ഞു. ഗോരഖ്നാഥ് ഒരു മടിയും കൂടാതെ കണ്ണ് കുത്തിയെടുത്ത് കൊടുത്തു. കണ്ണ് കുത്തിയെടുത്ത് കൊടുത്തിട്ട് കണ്ണ് പൊത്തിപ്പിടിച്ചിട്ടാണ് ഗുരുവിൻ്റെ അടുത്ത് പോകുന്നത്. അപ്പം ഭിക്ഷ കൊണ്ട് കൊടുത്തപ്പം മത്സ്യേന്ദ്രനാഥൻ ചോദിക്കുകയാണ് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് സാരമില്ല എന്ന് പറഞ്ഞിട്ട് ഭിക്ഷ അദ്ദേഹത്തിന് കൊടുക്കുന്ന സമയത്ത് മത്സ്യേന്ദ്രനാഥൻ 3 കാലവും അറിയുന്ന വ്യക്തിയായതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കണ്ണ് ശരിയാക്കി കൊടുത്തു. മറ്റേ സ്ത്രീയെ ശപിക്കാൻ തുടങ്ങിയ സമയത്ത് ഗോരഖ്നാഥ് പറഞ്ഞു വേണ്ടാന്ന് പറയുന്നു. ശരി, വേറൊന്നും വേണ്ട. ഈ ഒരു അവതാരമാണെങ്കിൽ ഒരാൾക്ക് ക്യാൻസർ 4th സ്റ്റേജ്, വേറെ ഒന്നും ചെയ്യണ്ട. ആ ക്യാൻസർ 4th സ്റ്റേജ് മാറ്റി കൊടുത്താൽ മതി. ജസ്റ്റ് സങ്കല്പസിദ്ധി കൊണ്ട് മാറ്റി കൊടുക്കട്ടെ. ഞാനൊരാളുടെ അവതാരമല്ല, ഞാൻ മുരുക സൈന്യത്തിൻ്റെ സൈന്യാധിപനുമല്ല, ദത്ത സൈന്യത്തിൻ്റെ സൈന്യാധിപനുമല്ല, ദത്താത്രേയൻ്റെ അവതാരമല്ല. എന്നാൽ ഈ പറഞ്ഞ വ്യക്തിയിൽ ഞാൻ ദത്താത്രേയനെ കാണുന്നുമുണ്ട്. ചില കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചതും അദ്ദേഹം തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ എൻ്റെ ജാതി, ഏതെങ്കിലും ഒരു അവതാരം അവനവൻ്റെ ജാതിക്ക് വേണ്ടി ജനിക്കില്ല, സമൂഹത്തിന് മൊത്തമാണ് ജനിച്ചിട്ടുള്ളത്. അപ്പം ആ ജാതി പറയുന്നത് ഒഴിവാക്കുക. എനിക്ക് അതിനോട് മാത്രമേ എതിർപ്പുള്ളൂ. ജാതി പറയുന്നത് പിന്നെ അയാളുടെ സ്വന്തം ഫോട്ടോ വെച്ച് പൂജിക്കുന്നത്, ഈ രീതി മാറുക എന്ന് മാത്രം. അദ്ദേഹത്തിന് നല്ല അറിവുള്ള മനുഷ്യനാണ്. മലബാറല്ല, ഗോത്രാചാര പരമ്പരയാണ്, ഗോത്ര സമ്പ്രദായമാണ്. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ പറയുന്നതിൽ ഞാൻ ദൈവമാണെന്ന് എന്നെ പൂജിക്കണമെന്നും പറയുന്നതിനോട് പൂജിക്കണമെന്ന് പറയാം. ഞാൻ വേണമെങ്കിൽ അദ്ദേഹത്തോട് പബ്ലിക്കായിട്ട് മാപ്പ് പറയാം. ഏതെങ്കിലും ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ അദ്ദേഹം 4th സ്റ്റേജിലുള്ള ഒരാളെ ശരിയായി കൊടുക്കട്ടെ. അല്ലെങ്കിൽ വേണ്ട, കാല് മുറിഞ്ഞു പോയ ഒരാളെ
ക്ഷേത്രം വരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട, കാല് ആ മുറിഞ്ഞു പോയ കാല് കൂട്ടി യോജിപ്പിക്കുക, എന്നിട്ട് നിന്റെ കാല് പൂർണ്ണ സ്ഥിതിയിൽ എത്തിയിരിക്കുന്നു, ഇനി നിനക്ക് നീട്ടി നടക്കാം, എത്തിക്കട്ടെ. അഭിപ്രായ വ്യത്യാസമാണ് അതിന്റെ ഒരു സ്വാതന്ത്ര്യം, അതിന്റെ ഒരു ഭംഗിയും, അങ്ങനെ ഇരിക്കട്ടെ. തീർച്ചയായും.